ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, രണ്ടാമത്തെ പൊട്ടത്തരം എന്താ ഒരു പറയുന്നത്? രണ്ടാമതുള്ള പൊട്ടത്തരോ, ഈ അല്ലാഹു തആലാക്ക് കഴിവില്ല എന്നല്ലേ പറഞ്ഞത് മുശ്രിക്കീങ്ങൾ? കഴിവില്ലാതെ പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു സിഫത്തിനെ നിഷേധിക്കലല്ലേ? സിഫത്തിനെ നിഷേധിച്ചാൽ അങ്ങനെ ശിർക്കാവുക, കുഫറല്ലാതെ. അതുകൊണ്ട് പേരോട് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല, പേരോടൊന്ന് എനിക്ക് അടുത്ത വരയിൽ മനസ്സിലാക്കി തരണോന്ന് ആര് പറയുന്നത്? സെലഫിന്റെ അപേക്ഷ. അയാൾ വളരെ ദൂരം നിന്ന് വന്നിട്ട്, ഷാർജയിൽ നിന്ന് വന്നിട്ട്, നാദാപുരത്ത് വന്നിട്ട് നമ്മളോട് അങ്ങനെ ഒരു അപേക്ഷ നടത്തിയാൽ നമ്മളങ്ങനെ തള്ളാൻ പറ്റുമോ? നമ്മൾ മുജാഹിദീങ്ങൾ അപേക്ഷിച്ചാലും അങ്ങനെ തള്ളൂലട്ടോ, നമ്മൾ അവരെ അപേക്ഷ സ്വീകരിക്കും. അതുകൊണ്ട് ഞാൻ ഏതായിരുന്നാലും ഇവിടെ കുറെ പേര് പറയുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ മൗലവിക്ക് അത് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ആദ്യം ഒന്നും മൗലവി എന്റെ പൊട്ടത്തരമൊന്നും പറഞ്ഞിട്ട് അയാളെ വിവരം പറയുന്നോന്ന് കേട്ടോളി. മൂപ്പര് പറഞ്ഞ വാദമാണ്, അത് തന്നെ ശിർക്കാണ്. അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല ഒരു വിശ്വാസം, അത് തന്നെ ശിർക്കാണ്. കാരണം അള്ളാഹ്ക്ക് കഴിവില്ല എന്നാ വിശ്വാസം. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയൂല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശിർക്കാകാം? അത് എനിക്ക് മനസ്സിലായിട്ടില്ല. പേരോട് അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറഞ്ഞാൽ തിരക്കില്ല. പേരോട് അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറഞ്ഞാൽ തിരക്കില്ല, മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മൗലവി മനസ്സിലാക്കിക്കോ കേട്ടോ. വഅലം ബി അന്ന ശിർക വത്തഖീല മുദ് കനാഹുമാ ലാ ശക്ക മുസ്തഹിബാനി. അർത്ഥം വെക്കട്ടെ, വഅലം മനസ്സിലാക്കണം. ഞാൻ ഈ കിതാബ് നോക്കിയിട്ട് പറയുന്ന ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി കേൾക്കണ്ടേ? വഅലം മനസ്സിലാക്കണമല്ലോ. ബി അന്ന ശിർക, ശിർക്ക് വത്തഖീല, അള്ളാന്റെ സിഫത്തിനെ നിഷേധിക്കലും, അള്ള കഴിവുള്ളവനാണ് എന്നുള്ളത് അള്ളാന്റെ സിഫത്താണ്, ആ സിഫത്തിനെ നിഷേധിക്കലും. മുൽ കനാഹുമാ ലാ ശക്ക മുസ്തഹിബാനി, അത് രണ്ടും ഒരേ സമയത്ത് സഹവസിച്ച് വരുന്ന കാര്യമാണ്. അബദൻ, എപ്പോഴും. അബദൻ ഫകുല്ലു മുഅത്തിലിൻ ഹുവ മുശ്രികു ഹതിമൻ വഹാദാ വാളിഹു തിബിയാനി. അബദൻ, എപ്പോഴും. ഫകുല്ലു മുഅത്തിലിൻ, അപ്പോൾ ഏത് സിഫത്തിനെ നിഷേധിക്കുന്ന ഏതൊരാളും ഹുവ മുശ്രികുൻ, അവൻ ശിർക്ക് ചെയ്തവനാണ്. ഹതിമൻ, നിർബന്ധമായും. പക്ഷേ വഹാദാ വാളിഹു തിബിയാനി, ഇത് ഏത് പൊട്ടന്മാർക്കും മനസ്സിലാകുന്നതാണ്. ഇങ്ങനെ ഹാദാ വാളിഹു തിബിയാനി, ഇതാർക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. എന്നിട്ട് പിന്നെയും പറയുന്നു കേട്ടോ, വിശദീകരിച്ചിട്ട്, ഫമുഅത്തിലുൽ ഔസാഫി ദാക മുഅത്തിലു തൗഹീദി ഹഖ്ഖൻ ദാനി തഅ്തീലാനി. ഫമുഅത്തിലുൽ ഔസാഫി, അല്ലാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവൻ. ദാക മുഅത്തിലു തൗഹീദി, അവൻ തൗഹീദ് നിഷേധിക്കുന്നവനാണ്. തൗഹീദ് നിഷേധിക്കുന്നവനാണ് ശിർക്ക് ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. മൗലവി അടിച്ചോ, ഹഖ്ഖൻ, അതിലൊരു തർക്കവുമില്ല, സത്യമായും. ദാനി തഅ്തീലാനി, അത് രണ്ടും നിഷേധമാണ്. തൗഹീദ് നിഷേധം, വസ്ഫ് നിഷേധം. ഇനിയും കേട്ടോ മൗലവി, അവസാനം പറയുന്നു, ഫമുഅത്തിലുൽ ഔസാഫി ദൂ ശിർകിൻ കദാ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി. ഫമുഅത്തിലുൽ ഔസാഫി, അപ്പോൾ സിഫത്തിനെ നിഷേധിക്കുന്നവൻ. ദൂ ശിർകിൻ, അവൻ ശിർക്കുകാരനാണ്. കേട്ടോ മൗലവി, മനസ്സിലാകുന്നുണ്ടോ സലഫി? മനസ്സിലാകുന്നുണ്ടോ സലഫി? ഫമുഅത്തിലുൽ ഔസാഫി ദൂ ശിർകിൻ കദാ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി. സിഫത്തുകളെ നിഷേധിക്കുന്നവൻ ദൂ ശിർകിൻ, ശിർക്കുകാരനാണ്. കദാ, അപ്പോൾ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി, അവൻ റഹ്മാനായ റബ്ബിനെ അതാ നിഷേധിക്കുന്നവനാണ്. ഔ ബഅദി ഔസാഫിൽ കമാലി ലഹു ولا تسرع إلى النكران أو بعض أوصاف الكمال
അള്ളാഹുവിന്റെ പരിപൂർണതയുടെ വിശേഷണങ്ങൾ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവൻ ശിർക്കുകാരനാണ്. ഇത് ശരിക്ക് മനസ്സിലാക്കി വെച്ചോ. വലാ തുസിരിഉ ഇലൻ നുക്റാനി, അറിവില്ലാതെ ഒരു ചുക്കും പഠിക്കാതെ നിഷേധിക്കാൻ പോകണ്ട. ഓ സലഫി, ഇതാരതാ കിതാബ്? നിങ്ങളെ മൗലൈമാരോട് പോയി ചോദിക്കുന്നത്. അർത്ഥം പറഞ്ഞുതരാ ഇപ്പൊ തൽക്കാലം. എനിക്ക് അതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കിതാബ് നോക്കി വായിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേതാ കിതാബ്? പഠിക്കണമെങ്കിൽ സിറാജുൽ ഹുദയിൽ വന്നോ മൗലവി, സിറാജുൽ ഹുദയിൽ വന്നോ മൗലവി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് നിങ്ങൾ ശിർക്കും കുഫറും പഠിപ്പിച്ചു അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാ ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ട വാക്കെന്താണ്? ഇയാള് പറയുന്ന സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് ഈ മൗലവി പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇത്തിരി മൂണുള്ള കൂട്ടത്തിലാ, പേരോടിന്റെ മാതിരിയല്ല. ഇത്തിരി മൂണുള്ള കൂട്ടത്തിലാ, പേരോടിന്റെ മാതിരിയല്ല. കേട്ടോ, ഇത്തിരി മോണുള്ള കൂട്ടത്തിലാ, പേരോടിന്റെ മാതിരിയല്ല. മനസ്സിലായോ? അരി ഇത്തിരി മോണുള്ള കൂട്ടത്തിലാണ്, പേരോടിന്റെ മാതിരിയല്ല. മൂപ്പരെ പറഞ്ഞതാണത് കഴിഞ്ഞ പ്രസംഗത്തിൽ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു മൗലവി പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്? മൗലവിക്ക് ഒരു ചുക്കും തിരിയൂല എന്ന് പേരോട് പറയുന്നു. മൗലവി എന്നെ പറയട്ടോ, ഹുസൈൻ സലഫിക്ക് ഒരു ചുക്കും തിരിയിലാണ്, ഹുസൈൻ സലഫിക്ക് ഒരു ചുക്കും തിരിയിലാണ്, ഹുസൈൻ സലഫിക്ക് ഒരു ചുക്കും തിരിയൂല. ശരിയല്ലേ? ഇത് കിതാബിലുള്ളതല്ലേ? ഞാൻ പറഞ്ഞതിൽ എവിടെയാ തെറ്റ്? ഇനി സഹോദരാ, ഇനി ഞാൻ പറയട്ടെ, ആരാ പൊട്ടത്തരം പറയാറ്? പേരോടാണോ പൊട്ടത്തരം പറയാറ്? മൗലൈമാരല്ലേ പൊട്ടത്തരം പറയാറ്? അത് മൗലൈമാര് തന്നെ സ്വന്തം സമ്മതിക്കുന്നത് കേട്ടോളി. ഞാൻ മുമ്പ് പറഞ്ഞ പൊട്ടത്തരമാണ് എന്ന്. ആരാ പറയുന്നത്? മുജാഹിദിന്റെ നേതാവ്, ഈ ഹുസൈൻ സലഫി പ്രസംഗിക്കുമ്പോൾ സ്റ്റേജിന്മേൽ ഉണ്ടാകുന്ന നേതാവ്, നാദാപുരത്ത് വന്നിട്ട് കീഴന ഉസ്താദിന്റെ ആണ്ട് ഇവിടെയുള്ള ആളുകൾ സുന്നികൾ കഴിച്ചപ്പോ അതിനെതിരെ പ്രസംഗിച്ച നേതാവ് അതല്ലേ സക്കരിയ സലാഹി. ആ സക്കരിയ സലാഹി പറയുന്നു, മുമ്പ് ഞാൻ പറഞ്ഞതൊക്കെ പൊട്ടത്തരമാണ് എന്ന് അയാളെ നാവുകൊണ്ട് എന്നെ പറയുന്നു. ഒന്ന് കേട്ടോളി. അപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസറ്റുകൾ CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ, അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ, സിഹിർ വലിക്കൂല, സിഹിർ വലിക്കുന്നു വിചാരിച്ച കലാഖദറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം. അപ്പൊ മുമ്പ് മൂപ്പര് പ്രസംഗിച്ച പൊട്ടത്തരാണ്. ഇപ്പം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതോ അത് മണ്ടത്തരമാകാം. മുമ്പ് പ്രസംഗിച്ച പൊട്ടത്തരാണ് ഇപ്പാ പറയുന്നത്. എനിക്ക് കേട്ടോ, ഞാനല്ലല്ലോ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ മൗലവി തന്നെ പറയുന്നത്, മുമ്പ് പറയാണ്, മുമ്പ് സിഹിർ മുഖേന സഹായിക്കൂന്ന് വിശ്വസിച്ച ശിർക്കാവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് അത് പടച്ചോൻ എനിക്ക് പുറത്തു തരട്ടെ. ആരാ പറയുന്നത്? സക്കരിയ സലാഹി. ഇങ്ങനെ മുമ്പ് മൂപ്പര് വിശ്വസിച്ചതും പ്രസംഗിച്ചതൊക്കെ സിഹിർ മുഖേന സഹായിക്കാൻ കഴിയൂന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുന്നതിന് പോലും ഇപ്പൊ അയാളെ തിരുത്തിയിട്ട് സിഹിർ മുഖേന സഹായിക്കാൻ കഴിയൂന്ന് അവർക്ക് മനസ്സിലായി പോലും. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രസംഗത്തിൽ ഇതൊക്കെ മുമ്പ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വേറെ പല സ്ഥലത്തും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറുപടി പറഞ്ഞോ മൗലൈമാരെ? നിങ്ങൾ മറുപടി പറഞ്ഞോ? ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതും കൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമോനെ. എന്നിട്ട് മൂപ്പര് ദ്വാരക്കുന്ന കേട്ടോളെ, എനിക്കല്ല പുറത്തു തരട്ടെ. അയാളത് പ്രസംഗിച്ച് കേട്ട് വിശ്വസിച്ച ഒരുപാട് മുജാഹിദീങ്ങൾ മരിച്ചുപോയി. പണ്ട് പ്രസംഗിച്ചതാ. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് മുജാഹിദീങ്ങൾ മരിച്ചുപോയി. പക്ഷെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിനെ ചോദിച്ചാല് അത് പിന്നെ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ ഒരു ഗുണവും കിട്ടൂലല്ലോ. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പൊറുക്കലിനോട്ട് ചോദിക്കുന്നുമില്ല. അപ്പൊ എന്തായി? മരിച്ച മുജാഹിദിനെ എന്ത് ചെയ്യും? മുജാഹിദിന്റെ മൗലവി ഇപ്പൊ എന്ത് ചെയ്യുന്നു? മുമ്പ് ഞാൻ പറഞ്ഞൊക്കെ പൊട്ടത്തരാണ്, പടച്ചോൻ പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു. മരിച്ചുപോയ സാധാരണക്കാരനായ മുജാഹിദ് ഖബറിന് എന്താ ചെയ്യാ? ഞങ്ങൾക്ക് മുമ്പൊരു മണ്ടത്തരം പറ്റിയല്ല പടച്ചോനെ എന്ന് മനസ്സിലായി ഖബറിൽ ഇങ്ങനെ കിടക്കുക തന്നെ. എന്നിട്ടും മൗലൈമാര് മരിച്ചാൽ വേണ്ടി തേർക്കുന്നില്ല. ഞങ്ങളെ വാക്ക് വിശ്വസിച്ചിട്ട് പെച്ചുപോയ അനുയായികൾക്കും പുറത്തു കൊടുക്കട്ടെ എന്ന് മൗലവി പറയുന്നില്ല കേട്ടോ. അതൊന്ന് കേട്ടോളി. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പിൽ പറയും, ഈ സലാസിലും ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹിർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിരുന്നു, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ.
അത് കേട്ട് വിശ്വസിച്ചിട്ട് കബറിൽ കിടക്കുന്ന മുജാഹിദിനൊക്കെ കിടക്കട്ടെ നരകത്തിൽ. മൗലൈമാരൊരു ആഗ്രഹം നോക്കി നിങ്ങൾ. ഇനി സഹോദരന്മാരെ, ഈ മൗലൈമാരെ വേറൊരു രസം, ഇനി വേറൊരു രസാ പറയാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളെ മൗലവി എന്ത് പറഞ്ഞ്? അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ്. പിന്നെയോ നമ്മൾ വിശ്വസിക്കുന്ന അതേ അള്ളാഹുവിലാണ് അബൂജഹലും വിശ്വസിച്ചത് എന്ന് പറഞ്ഞ്. പിന്നെയോ മക്കയിലെ മുസ്ലിംക്ക് ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞ്. ഇതൊക്കെ ഞാൻ പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിൽ ആയത്തും ഹദീസും അതുപോലെ റാസിമാമിന്റെ ഇബാറത്തും മറ്റ് ഇബാറത്തുകളൊക്കെ വെച്ചിട്ട് വരിഞ്ഞ് കെട്ടി മൗലവിമാരെ. അങ്ങനെ വരിഞ്ഞ് കെട്ടിയിട്ട് ഇപ്പൊ പെടക്കയാണ് വന്നിട്ട് ആ പെടക്കുന്ന പെടക്കല്ല് മൗലവി എന്താ പറയുന്നതെന്നറിയോ? മൗലവി പറയുന്നത്, ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, നമ്മക്ക് ഇത്തിരി ബാധമുള്ളൂ. അത് കേട്ടോളൂ, നിങ്ങൾ ബാധ മാറ്റി പറയുന്നത്. ഒന്ന് വെച്ചോട്ടവനെ സൃഷ്ടിച്ചത് ആകാശത്തിന്റെ ഉടമ, മറ്റു കാര്യങ്ങൾ അതൊക്കെ അള്ളേന്ന് അവർ പറഞ്ഞില്ലേ. അതില്ലാതെ മുമ്പുള്ള ആയത്തിലും വരുന്നില്ല, ശേഷമുള്ള ആയത്തിലും വരുന്നില്ല. എന്റെ വാദം അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ ആകാശം ഭൂമിയൊക്കെ പഠിച്ചത് അള്ളയാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അതില്ലാന്ന് മുമ്പത്തെ ആയത്തിലും വരുന്നില്ല, ശേഷമുള്ള ആയത്തിലും വരുന്നില്ല. എന്റെ വാദം അത്രയല്ലേ ഉള്ളൂ. മൗലവി ആകാശവും ഭൂമിയും പഠിച്ച അള്ളയാണെന്ന് പറയുന്നു എന്നാണോ നിങ്ങൾ വാദിച്ചത്? നിങ്ങൾ വാദിച്ചത് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നാ. അള്ളാഹുവിൽ വിശ്വസിച്ചു അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു. അബൂജഹൽ വിശ്വസിച്ച് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിലാണ്. ഇങ്ങനെ ഞങ്ങൾ വാദിച്ച്. നമ്മൾ വിശ്വസിക്കുന്ന അള്ള പെൺകുട്ടികളുള്ള അള്ളയാ, കൂറുകാരനുള്ള അള്ളയാ, മരിച്ചോലെ അയാത്താക്കാൻ കഴിയാത്ത അള്ളയാ. നിങ്ങൾ അങ്ങനെയാ വാദിച്ച്. ഇപ്പൊ വാദം മാറ്റിയില്ലേ? അങ്ങനെ പടക്കലി നാദാപത്ത് പഠിപ്പിക്കുന്നതാണിത്. എന്നാലേ മുമ്പെന്താ പറഞ്ഞത് സഹോദരന്മാരെ, അതിന്റെ ഒരു ഭാഗം ഞാനിപ്പോ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. അതിന് മുമ്പ് ഒന്ന് വെച്ചോട്ടവനെ, നാം പറയുന്ന അള്ളാഹു തന്നെയാണ്, മുശ്രിക്കുകളും പറയുന്ന അള്ളാഹ് അയാൾ പറഞ്ഞു ഒന്ന് വെച്ചു കൊടുക്ക്. അവരല്ലാന്ന് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. അവര് അള്ളാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അപ്പൊ മക്കാ മുശ്രിക്കുകള് അള്ളാഹ് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാന്നാ പറഞ്ഞത്? നമ്മൾ പറയുന്ന അതേ അള്ളാഹിനെ പറ്റിയാണ്. അള്ളാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം. ശരിക്കും മനസ്സിലാക്കി വെച്ചു. അള്ളാഹ് പറയുന്നു ജഅലൂ ലില്ലാഹി, അവര് സങ്കല്പിക്കുന്ന അള്ളയുണ്ടല്ലോ, ആ അള്ളാഹ്ക്ക് അവരതാ സ്ഥാപിച്ചിരിക്കുന്നു. ജഅലൂലില്ലാഹി ശുറകാ അൽ ജിന്ന, ആരെയാ സ്ഥാപിച്ചത്? കൂറുകാരെ. ആരാ അള്ളാന്റെ കൂറുകാർ എന്നവർ പറഞ്ഞത്? അൽ ജിന്ന, ജിന്നിനെ, മലക്കിനെ. മലക്കല്ലാന്റെ കൂറുകാരാണ് എന്നവർ വാദിച്ചു. പിന്നെയോ അള്ള പറയുന്നു വഖലഖഹും, ആ മലക്കിനെ ജിന്നിനെ പടച്ചതള്ളയാണ് താനും. വഖറഖൂ ലഹു ബനീന വബനാതിൻ, അവര് പച്ചക്കള്ളം പറഞ്ഞു അള്ളാഹിനെ പറ്റി. എന്താ പറഞ്ഞത്? ബനീന, ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞു. വബനാതിൻ, പെൺമക്കളുണ്ടെന്നും പറഞ്ഞു. ബിഗൈരി ഇൽമിൻ, ഒരു ചുക്കും അറിയാതെ, ഒരു വിവരവും ഇല്ലാതെ അവർ അള്ളാഹിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു എന്ന് അള്ളാഹ് ഖുർആനിൽ പറയുന്നു. അപ്പൊ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നത്, അതേ നിങ്ങൾ പറഞ്ഞില്ലേ വിശ്വസിച്ചു, ഞങ്ങൾ പറഞ്ഞു മുശ്രിക്കീങ്ങൾ പറഞ്ഞ അള്ളാഹ്, ആ അള്ളാഹ് ഏത് അള്ളയാണോ? അത് മക്കളുള്ള അള്ളാഹ്, ആൺമക്കളുള്ള അള്ളാഹ്, പെൺമക്കളുള്ള അള്ളാഹ്, കൂറുകാരനുള്ള അള്ളാഹ്, മരിച്ചോലെ ഹയാത്താക്കാൻ കഴിയാത്തൊരള്ളാഹ്. അങ്ങനത്തെ ഒരള്ളാഹ് ഉണ്ടോ മൗലവി? അങ്ങനത്തെ ഒരള്ളാഹ് യഥാർത്ഥത്തിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അവർ വിശ്വസിച്ചത് യഥാർത്ഥ അള്ളാഹുവിലാണോ? അവരതൊരു സങ്കല്പമല്ലേ? ഇത് ഞാൻ പറഞ്ഞതാണോ? ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞതല്ലേ? അതെ, തഫ്സീറിൽ റാസി ഇമാം പറഞ്ഞതല്ലേ? വാസ്തവത്തിൽ അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണെന്ന് റാസിയിലെ ആ റാസി മഹാനവറുകളാണ്. നിങ്ങൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, മഹാനവറുകളിൽ നിന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് സലാമത്താവുന്ന വിചാരിച്ചത്. മഹാനവറുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്. നിഷേധിക്കാൻ കഴിയോ മൗലവിമാരെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഒന്ന് വെച്ചോട്ടാവനെ, തർക്കം എന്തായിരുന്നു? മുജാഹിദികൾ നമ്മൾ തർക്കം എന്തായിരുന്നു വെച്ചോട്ടാവനെ? മൗലവി പറയട്ടെ, തർക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ?
അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാട് ഉള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. ഇങ്ങനല്ലേ മുമ്പ് പറഞ്ഞത്? ഞാൻ എന്റെ വകയിൽ എന്തോ കൂട്ടിയിട്ടുണ്ടാ? അപ്പൊ അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു, അള്ളാഹുവിൽ റബ്ബാണെന്ന് വിശ്വസിച്ചിരുന്നു, അത് ഈമാനായിരുന്നു. അതുപോലെ തന്നെ അവര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മൾ തമ്മിലുള്ള തർക്കം എന്ന് നിങ്ങളെ നാവുകൊണ്ട് പറഞ്ഞാൽ ഇപ്പൊ കപ്പിച്ചത്. അപ്പൊ ഇപ്പൊ വാദം മാറ്റിയാണ്. എന്തുകൊണ്ട്? ഓരോ ആയത്തും ഹദീസും ഓരോ ഗ്രന്ഥങ്ങളും ഞാൻ അങ്ങെടുത്ത് ഉദ്ധരിച്ചപ്പോ മൗലവി വാദം മാറ്റിയാണ്. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, തീർന്നില്ല. മൗലവി എന്നെ പറ്റി പറയുന്നു പേരോട് വെടിപൊട്ടിക്കാണ്. എന്റെ ഉപ്പര് പറയാണ് പേരോട് ഞാൻ പറയാത്തത് പലതും പറഞ്ഞു എന്ന് പറയാണ്. മൗലവി ഞാൻ എന്താണ് നിങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞത്? ആ വാചകം ഞാൻ ഈ വെക്കുന്നത് പോലെ സ്ക്രീനിൽ വെച്ച് കേൾപ്പിക്കാം. എന്നിട്ട് പറയാം ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, പേരോട് എന്റെ വകയിൽ കളവ് പറഞ്ഞതാണ് എന്ന് പറയാം. എന്നാ ഇൻഷാ അല്ലാഹ് നമുക്കത് ആലോചിക്കാം. അല്ലാതെ പേരോട് കളവ് പറയാണെന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ പറയാത്ത ചില സംഗതികൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞാൽ മതിയോ? അപ്പൊ അത് വെച്ചോട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞു എന്ന് പറയുന്നത് മൂപ്പരിങ്ങനെ വെടിപൊട്ടിക്കുക ഓരോന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ വെടിപൊട്ടിക്കാണ്. ഞാൻ ഏത് വിഷയം നിങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞത്? അതൊന്ന് പറ. ഇന്ന വിഷയമൊന്ന് ഇതുപോലെ സ്ക്രീനിൽ വെച്ച് കേൾപ്പിക്കും. നിങ്ങൾക്ക് ഒറ്റ ഒരു വാചകം കേൾപ്പിക്കാൻ കഴിഞ്ഞോ? ഇത് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞിട്ട്? ഇല്ലല്ലോ, വെറുതെ നാവുകൊണ്ടൊക്കെ പറയുന്നേ. നാ മൗലവി ഇപ്പം മനസ്സിലായി അല്ലേ? വെടിയാണ് എന്ന് മനസ്സിലായില്ലേ? നെഞ്ഞത്ത് കൊള്ളുന്നുണ്ട് എന്നും മനസ്സിലായി അല്ലേ? അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ ആശയം അതാ വെടികൊണ്ട് കിടക്കുകയാണ് കേട്ടോ. റാസി ഇമാമിന്റെ ഒരു ഇബാറത്ത് വായിച്ചു മൗലവി. അർത്ഥം പറഞ്ഞത് തെറ്റാണ്, അത് വ്യാഖ്യാനിച്ചത് തെറ്റാണ്. അപ്പുറം ഇപ്പുറമുള്ള വാചകം മൂടി വെച്ച് കട്ടുവായിച്ചാണ്. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അത് പിടിച്ചു. പിടിച്ചത് മൂപ്പർക്കൊന്നും പറയാൻ കഴിയാതെ പിടയ്ക്കാണ്. അങ്ങനെ പിടച്ചുകൊണ്ട് മൂപ്പര് ഇപ്രാവശ്യം ഒന്ന് ന്യായീകരിക്കാൻ നോക്കുന്നു. ആ ന്യായീകരിക്കാൻ നോക്കുന്നത് ശരിക്കും മനസ്സിലായിക്കോളി. എന്താ ചെയ്തറിയോ? മഴത്തിറാഫിക്കും എന്നൊരു ഇബാറത്ത് വായിച്ചു മൂപ്പര് റാസിയിൽ നിന്ന്. മഴത്തിറാഫിക്കും എന്നൊരു ഇബാറത്ത് വായിച്ചു. ആ മഴത്തിറാഫിക്കും എന്ന ഇബാറത്തിന് മൂപ്പരെന്താ അർത്ഥം വെച്ചത്? അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈ തറഫൊക്കെ അവിടുത്തെ അർത്ഥം അംഗീകരിക്കാന്നാ? വാദപ്രകാരത്തിൽ ഉത്തരം മുട്ടിയിട്ട് സമ്മതിക്കുന്നുണ്ടല്ലോ എന്നുമല്ല, സമ്മതിക്കുന്നതോട് കൂടെ എന്നതിന്റെ അർത്ഥം. സമ്മതിക്കുന്നതോട് കൂടെ പിന്നെ നിങ്ങൾ എന്തേലായില്ല പറയാത്തതാ. ഈ വാക്കിന് മൂപ്പര് അർത്ഥം മാറ്റിയിട്ട് സലാമത്താകാൻ നോക്കാണ്. മൗലവി അങ്ങനെയൊന്നും സലാമത്താവൂലട്ടോ, അർത്ഥം മാറ്റിയിട്ടൊന്നും സലാമത്താവൂല. ഒന്ന് വെച്ചോട്ടാ മോനെ മഴത്തിറാഫിക്കും മൂപ്പരെ വിശദീകരണം. ഞാൻ വായിച്ചത് എന്തായിരുന്നു? തഫ്സീർ റാസിയിൽ നിന്നൊരു ഉദ്ധരണി വായിച്ചത് എന്താണ് ശരിക്കും മനസ്സിലായിക്കോ? ശരിക്കും മനസ്സിലായിക്കോ സഹോദരന്മാരെ. മഅ്തിറാഫിക്കും ബിഅന്ന കുല്ലൽ ഖൈറാത്തി ഫിദ്ദുനിയ വൽആഖിറ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വഇഹ്സാനിഹി വഅ്തിറാഫിക്കും ബിഅന്ന ഹാദിഹിൽ ലൗസാന ലാ തൻഫഉ വലാ തളുറുൽ ബത്താ. ഈ ഇബാറത്ത് വായിച്ചിരുന്നു. ചുരുക്കി പറയണം എന്താ ഇതിന്റെ ആശയം? മുശ്രിക്കുകളെ പറ്റി പറയണേ. നിങ്ങൾ എന്താ ഈ സൂക്ഷിക്കാത്തത്? മേൽ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? എന്നിട്ടും എന്താ നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് പറയാണ്, റാസിയിൽ പറയാണ്, നിങ്ങൾ എല്ലാ ദുന്യാവിലെയും ആഖിറത്തിലെയും ഖൈറുകളൊക്കെ അള്ളാഹുവിങ്കൽ നിന്നാ കിട്ടുന്നത് നിങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈ വിഗ്രഹങ്ങൾക്ക് ഉപകാരത്തിനോ ഉപദ്രവത്തിനോ തീരെ കഴിവില്ല എന്നും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് അതൊക്കെ ഉണ്ടായിട്ടും അവരിൽ ശിർക്ക് വന്നു എന്നാ പറയുന്നത്. അംഗീകരിക്കുന്നുണ്ടല്ലോ ഞങ്ങളിപ്പോ അതിനർത്ഥം വെച്ചല്ലേ മൗലവി? അപ്പൊ ഈ തറഫക്ക് അവിടുത്തെ അർത്ഥം അംഗീകരിക്കാന്നാ? എന്നാ ഞാനൊരായത്തോതാ ഒന്ന് അർത്ഥം വെച്ചിരോ? അതിന്റെ അർത്ഥം ഒരു കൂട്ടര് അവരുടെ ഈത്തറഫൂബിദുനൂബിഹിം അവരെ ദോഷങ്ങൾ അംഗീകരിച്ചു എന്നാ അവിടുത്തെ അർത്ഥം. ഈത്തറഫൂബിദുനൂബിഹിനെ ദോഷം അംഗീകരിച്ചു എന്നാണോ? ദോഷം അംഗീകരിച്ചാൽ ആൾ നന്നാവോ? അപ്പൊ ഈത്തറഫു തന്നെ അംഗീകരിക്കാന്നാണോ അർത്ഥം? അംഗീകരിക്കാന്നല്ല മൗലവി. ഈത്തറഫ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി വെച്ചോളണം. അവിടുത്തെ അർത്ഥം തോൽക്കുമ്പോ സമ്മതിക്കുന്നതോട് കൂടേനാ. തോൽക്കുമ്പോ വാദപ്രതിവാദാണിത്. വാദപ്രതിവാദത്തിൽ തോൽക്കുമ്പോ സമ്മതിക്കുന്നതോട് കൂടേനാ എന്നാ അവിടുത്തെ അർത്ഥം. എന്നാ അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം അത് മനസ്സിലാക്കാൻ നിങ്ങളെ നാവുകൊണ്ട് തന്നെ ഞാൻ പറയിക്കുന്നത്. സാധാരണക്കാർ പഠിക്കട്ടെ. ഈ തറഫ
എന്ന് പറഞ്ഞാൽ മാലിയൻ, ഫാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നാണ് തെറ്റിപ്പിന്റെ ബേജാറാണ്ട. അങ്ങനെ മാലിയൻ എന്നാൽ ഫ്യൂച്ചർ ടെൻസ് ആണ് മുളാരി, ഭാവി കാലം. അതിന് യഅ്തരിഫു എന്നാ പറയാ, ഭാവി കാലത്ത് വരുന്ന ക്രിയ. കേട്ടോ? ഇനി മസ്ദർ ഉണ്ട്, ബേസ് ഫോം, അത് അടിസ്ഥാന രൂപം, ക്രിയാധാതു എന്ന് പറയുന്നു. ഇനി പഠിച്ചു വെച്ചോ മൗലവി, ഇസ്തറഫ എന്ന മാദിയുടെ മുളാരിയാണ്, അഥവാ ഭാവി കാലത്തെ കുറിക്കുന്ന ഫ്യൂച്ചർ ടെൻസ് ആണ് മുളാരി യഅ്തരിഫു. അപ്പൊ വാക്കിന് ഭാവി കാലം ഭൂതകാലം എന്ന നിലക്ക് അർത്ഥം മാറും. അതുപോലെ മസ്ദർ എന്ന നിലക്ക് അർത്ഥം മാറുന്ന വിഷയം മാറൂലല്ലോ. ഉദാഹരണം പറഞ്ഞാല് ഖാമ നിന്നു, ഖിയാമ് നൃത്തം, യഖൂമു നിൽക്കും, വിഷയമൊക്കെ ഒന്നെ. ഇതുപോലെ ഇത്റാഫിക്കും എന്ന് മസ്ദറാണ്. ആ ബേസ് ഫോമിന് നിങ്ങൾ അർത്ഥം വെച്ചത് എന്താണ്? നിങ്ങൾ അർത്ഥം വെച്ച് അംഗീകരിക്കാൻ, അല്ലെ? അംഗീകരിക്കാൻ. എന്നാൽ അതേ നിങ്ങളെ നാവുകൊണ്ട് വേറൊരു സ്ഥലത്ത് യഅ്തരിഫു എന്ന വാക്ക് വന്നപ്പോ നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ അർത്ഥം വെക്കുന്നത് സമ്മതിക്കുന്നു. അത് വെച്ചോട്ടാ മോനെ, മൗലവിയുടെ തട്ടിപ്പ് മനസ്സിലാട്ടെ. വയഅ്തരിഫൂന, അവരത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. വയഅ്തരിഫൂന, അവരത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ? അപ്പൊ യഅ്തരിഫു എന്ന് പറയുമ്പോ സമ്മതിക്കുന്നു എന്ന് നിങ്ങൾ അർത്ഥം. ഈ കെ ഉസ്താദും താജുൽ ഉലമയും കണ്യത്തും അവരൊക്കെ ശിർക്ക് ചെയ്തു നിങ്ങൾ പറയാൻ കാരണം എന്താ? നിങ്ങൾക്ക് കിതാബ് അറിയില്ല, ഭാഷ അറിയില്ല, ഒരു വിഷയം അറിയില്ല. ഇവിടെ ഈ രണ്ട് സ്ഥലത്തും അംഗീകരിക്കുക എന്നല്ല അർത്ഥം, സമ്മതിക്കുക എന്നാണ്. ഓരോ സ്ഥലത്തുമുള്ള അർത്ഥം അത് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക, ഈ മൗലവി പറയുന്നത് അതിന് മൂപ്പർക്കൊരു സമാധാനം ഉണ്ടായെന്നറിയോ? ഈ മുജാഹിദീങ്ങൾക്ക് അറബി അറിയില്ലല്ലോ. മൂപ്പര് പറയുന്നത് അറബി എല്ലാവർക്കും മനസ്സിലാവൂല. മൂപ്പർക്ക് എന്ത് അർത്ഥം അറിയാലോ? മൂപ്പർ ഉള്ളിലുള്ള പറഞ്ഞു ഈ പ്രസംഗത്തിൽ. അന്ന് വെച്ചോട്ടവനെ സുഹൃത്തുക്കളെ, ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ അറബി കിതാബുകളിലുള്ളത്. അറബി കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. സുഹൃത്തുക്കളെ, ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ അറബി കിതാബുകളിലുള്ളത്. അറബി കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അറബി കിതാബ് ഇങ്ങനെ വായിക്കുമ്പോഴേ അത് എല്ലാവർക്കും മനസ്സിലാവില്ല എന്ന് മൂപ്പര് പറയാണ്. മുജാഹിദിക്ക് മനസ്സിലാവില്ല എന്നൊക്കെറിയാം. അപ്പൊ എന്തും അർത്ഥം പറയാ. നല്ല കോളായി. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്താണ്? മൂപ്പര് പറയുന്നത് ഞാൻ അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞു എന്നാ പേരോട് പറയുന്നത്. എന്നിട്ട് മൂപ്പര് പറയണ് മൗലവി അബൂജഹലിനെ മുഅ്മിനാക്കിയിരിക്കുന്നു, അബൂജഹലിന്റെ ബഹുമാനം പറയാണ്, അബൂജഹലിന്റെ മൗലൂദ് പറയുന്നു. ഞാൻ ഇവിടെ വന്നിട്ടേ അബൂജഹലിന്റെ ബഹുമാനം പറയാനാണത്രേ ഞാൻ ഇവിടെ നാദാപുരത്ത് വന്ന് പ്രസംഗിക്കുന്നത് തന്നെ. എന്നാൽ നിങ്ങൾ അബൂജഹലിന്റെ ബഹുമാനം ഇടക്കിടക്ക് പ്രസംഗത്തിൽ പിട്ടും തേങ്ങയും പോലെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒന്നാഴ്ച കേട്ടോളി. ഒന്ന് വെച്ചോട്ടാ മോനെ. ഇയാൾ അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞത് വെച്ചോട്ടാ. വലീസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്. അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്. അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്. അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു. അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്നവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. എല്ലാ കഴിവും അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അവരുടെ തൽബിയത്ത് പോലും അതിന് തെളിവാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക
ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുജാഹിദുകൾ പ്രസംഗിക്കാറുള്ള ആശയമുണ്ടല്ലോ. അവിടെ മുജാഹിദിന്റെ പ്രബോധകന്മാരൊക്കെ പറയാറുണ്ടത് മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല, കാപട്യം പറഞ്ഞതല്ല, പേരോട് കാപട്യം കാണിക്കും പോലെ മക്കത്തെ മുശ്രിക്ക് കാപട്യം കാണിച്ചതല്ല, മറിച്ച് അല്ലാഹുവിൽ അവർക്കുള്ള ഈ റബ്ബാണെന്നുള്ള വിശ്വാസം ബുഖാരി ഇമാം അവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. കിതാബ് തൗഹീദിൽ തന്നെയാണ് പേരോടെ നോക്കിക്കൊള്ളണം. ഫദാലിക ഈമാനുഹും വഹും യഅ്ബുദൂന ഗൈറഹു. അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാട് ഉള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. ഇപ്പൊ എങ്ങനെ ഇത് ബഹുമാനോ നിന്ദിക്കലോ? അബൂജഹലിന് ഇനിയൊരു ബഹുമാനം എന്താ പറയാൻ ബാക്കിയില്ല? നിങ്ങളൊന്ന് പറയും. ഇനി അള്ളാഹ്ക്ക് ആരാധിച്ചു എന്നല്ലേ മൗലവി പറഞ്ഞത്? അള്ളാഹ്ക്ക് നോമ്പ് വെച്ച് അള്ളാഹ്ക്ക് തവാഫ് ചെയ്ത് അള്ളാഹ്ക്ക് വേണ്ടി ഒക്കെ ചെയ്തു എന്നല്ലേ മൗലവി പറഞ്ഞത്? എന്റെ പ്രസംഗം നടന്നപ്പോ ശരിക്ക് മനസ്സിലാക്കണം. ഇപ്പം വന്നിട്ട് മൗലവി പറയുന്നത് മുശ്രിക്കീങ്ങൾ അള്ളാഹനെ ആരാധിച്ചിട്ടില്ല. ഇത് മുഴുവൻ പറഞ്ഞ മൗലവി ഇപ്പൊ മാറ്റി പറയുന്നു. പേരോടിന്റെ ഗണ്ണനം കൊണ്ട് ഫലമുണ്ടോ മൗലവി? അതാ ഇപ്പൊ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന് കോപ്പിച്ചോട്ടവനെ. മുശ്രിക്കുകളും പണ്ട് തന്നെ പറഞ്ഞത്, മുശ്രിക്കുകളും പറഞ്ഞു എന്ത്? ഞങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അർഹതയില്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്നാണ് വിഗ്രഹാരാധകന്മാർ പറഞ്ഞത്. എന്താ അവരതിന് കാരണം പറഞ്ഞത്? ഞങ്ങൾ വളരെ സ്ഥാനമൊക്കെ കുറഞ്ഞവരാണ്, ഞങ്ങൾ സ്ഥാനവും പദവിയൊക്കെ കുറഞ്ഞവരായതുകൊണ്ട് ഞങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി ആരാധിക്കാം. അന്ന ഉബ്ബാദൽ അസ്നാമി കാനൂ യഖൂലൂന ബി അന്നല്ലാഹ തആല അളീമശ്ശഅനി. അല്ലാഹ് വലിയ മഹാനാണ്, വലിയ മഹാനാണ് അല്ലാഹു, അല്ലാഹു വലിയ മഹാനാണ് എന്നാണ് ആര് പറയുന്നത്? വിഗ്രഹാരാധകന്മാര്. പോക്കാണ് എന്നല്ല. അളീമശ്ശഅനി ഖലഖൽ മലായികത വജഅലഹും മുഖറബീന. അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, അവർക്ക് അള്ളാഹിനോട് വലിയ അടുപ്പമുണ്ട്. അതുകൊണ്ട് ആ മലക്കുകൾ അല്ലാഹ്ക്ക് ആരാധിച്ചോളും. നമ്മൾ എന്ത് ചെയ്യാണ്? വനഹ്നു ലിനുസൂലി ദറജതിനാ. ശരിക്ക് ശ്രദ്ധിച്ചോ, വനഹ്നു നമ്മൾ ലിനുസൂലി ദറജതിനാ, നമ്മുടെ പദവി അവരുടെ അവിടേക്കൊന്നും എത്തിയിട്ടില്ല, നമ്മൾ താഴേക്കടയിലുള്ളവരാണ്. അതുകൊണ്ട് ലാ നസ്ലുഹു ഇബാദത്തില്ല, അള്ളാഹനെ നേരിട്ട് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ നമുക്ക് പറ്റുന്നതല്ല. അതുകൊണ്ട് ഫനഅ്ബുദുൽ മലായികത, മലക്കുകളെ നമുക്ക് ആരാധിക്കാം. വഹും യഅ്ബുദൂനല്ലാഹ്, അവരല്ലാഹനെ ആരാധിക്കുന്നവരുമാണല്ലോ. ഇപ്പൊ കണ്ടോ എന്താ പറഞ്ഞേ? ഞമ്മക്ക് അള്ളാഹനെ ആരാധിക്കാൻ പറ്റൂല, അള്ളാഹിനോട് പ്രാർത്ഥിക്കാനും പറ്റൂല, അവിടെ ഞമ്മക്ക് മലക്കുകൾ ആരാധിക്കാന്നാണ് മുശ്രിക്കുകൾ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞേ. നേരത്തെ പറഞ്ഞതോ മുശ്രിക്കുകൾ ആരാധിച്ചത് അള്ളാഹുവിനെയാണ്. ഇതിൽ ഏതാ മൗലവി ശരി? ആദ്യം പറഞ്ഞതോ ശരി, രണ്ടാമത് പറഞ്ഞതോ ശരി? മൗലവി ഒന്നും കൂടി പറയട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നിങ്ങളെ പ്രസംഗത്തിൽ തന്നെ കടലിൽ കുടുങ്ങിയാൽ അള്ളാഹിനോടാണ് അവർ പ്രാർത്ഥിക്കാന്ന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതോ അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത് എന്നല്ലേ? ഏതാ മൗലവി ശരി? ഏതാ മൗലവി ശരി? പറഞ്ഞത് ഒരിക്കലൊന്ന് പറയുന്നു, കുറച്ച് മുമ്പ് ഓരോന്ന് പറയുന്നു. അല്ലാഹ് അബൂജഹലിന്റെ ബഹുമാനവും പറയുന്നു, അബൂജഹലിന്റെ ബഹുമാനവും പറയുന്നു. എന്താണ് മൗലവി? നിങ്ങളൊന്ന് ശരിക്കും ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളല്ലേ പറഞ്ഞത് അള്ളാഹിനെ ആരാധിച്ചു? നിങ്ങൾ എന്നല്ലേ ഇപ്പം പറഞ്ഞേ മുശ്രിക്കുകൾ അള്ളാഹിനെ ആരാധിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ മലക്കുകളെ ആരാധിക്കൂ എന്ന് പറഞ്ഞു? നിങ്ങൾ എന്നല്ലേ ഇപ്പൊ ഇത് രണ്ടും പറഞ്ഞത്? അതിന് മൗലവിക്ക് ഒരു മറുപടി ഉണ്ട്, അന്ന് വെച്ചോട്ടവനെ. മആദല്ലാഹ്, ഒരാൾ കളവ് പറയാൻ മെനക്കെട്ടാ പിന്നെ എത്രയാ പറഞ്ഞുകൂടാത്തത്? മആദല്ലാഹ്, ഒരാൾ കളവ് പറയാൻ മെനക്കെട്ടാ പിന്നെ എത്രയാ പറഞ്ഞുകൂടാത്തത്? കാരണം അനുഭവമുള്ള ആളല്ലേ പറയാ. ഇനി സഹോദരന്മാര്, ഇയാൾ വേറൊന്ന് പറയുന്നുണ്ട്. എന്താന്നൊരു പറയുന്നത്? അത് പറയുന്നത് പേരോടെ പോയത്തങ്ങൾ മനസ്സിലാക്കാൻ കഴിയണോ? അയാൾ പോയത്തം പറയുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണോ? അതുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, അത് വെച്ചോട്ടെ. പോയത്തങ്ങൾ വിഡ്ഢിത്തങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോഴേ വൈരുദ്ധ്യങ്ങൾ വന്നു പോകുന്നത് മനസ്സിലാക്കുന്നില്ല പേരോട്. പോയത്തങ്ങൾ വിഡ്ഢിത്തങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോഴേ വൈരുദ്ധ്യങ്ങൾ വന്നു പോകുന്നത് മനസ്സിലാക്കുന്നില്ല പേരോട്. മൗലവി ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിക്കേട്ടോ മൂപ്പര് പറയുന്നു, നെല്ലിക്കൊട്ട് ഉസ്താദിന്റെ പുസ്തകത്തിലുണ്ടോലു എന്ത്
മേലധികാരി അള്ളയാണ് എന്ന് മുശ്രിക്കീങ്ങളും വിശ്വസിച്ചിരുന്നു. അതിനെന്താ മേലധികാരി അള്ളയാണ് എന്ന് പറയുന്ന മുശ്രിക്കീങ്ങള് അള്ളാന്റെ കൂരാരാണ് ദൈവങ്ങളെന്നും പറഞ്ഞിട്ടില്ലേ? ഏതുപോലെ മുഖ്യമന്ത്രി മേലധികാരി, മറ്റേ മന്ത്രിയോ അയാൾ അധികാരി, മറ്റേ മന്ത്രിയും മുഖ്യമന്ത്രി കൂടി കൂറ്, മേലധികാരി മുഖ്യമന്ത്രി. ഇതുപോലെയാണ് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്. കുറേ ദൈവങ്ങളുണ്ട്, മേലധികാരി ആര് ഓല് പറയൂ അള്ളാഹ്, എന്നിട്ടോ വേറെ കുറെ കൂറുകാര്. ഈ കൂറുകാരെങ്ങാൻ പറയുമ്പോൾ അള്ള കേട്ടിട്ടില്ലെങ്കിലോ അള്ളാഹ്ക്ക് പിന്നെ ഭരണം തന്നെ ഉണ്ടാവൂല. ആ രൂപത്തിലാ മറ്റു മന്ത്രിമാർക്ക് രാജിവെച്ചാൽ മുഖ്യമന്ത്രി പോയ വഴി ഉണ്ടാവില്ലേ? അപ്പോ ആ രൂപത്തിലാ അവർ വിശ്വസിച്ചത്. ആ വിശ്വാസത്തെയാണ് ഇസ്ലാം ഖുർആൻ ചോദ്യം ചെയ്തത്. മേലധികാരി അള്ളയാന്ന് എലികുത്തുസായത് മോശമായിട്ട് മൂപ്പര് പറയാ നുണ പറയുന്ന കൂട്ടത്തിൽ നേര് പറഞ്ഞു ഏതാണ്? അതല്ല അപ്പുറത്തുള്ള പരിപാടി കേട്ടോ നുണ പറയലൊക്കെ. അപ്പറഞ്ഞതിൽ എവിടെയാ തെറ്റ്? ഇനി തെൽബിയത്ത്, ഈ മൗലവിമാര് സാധാരണ ഒരു തെൽബിയത്ത് പറയും. എന്താണ്? ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇങ്ങനെയാണ് മുശ്രിക്കുകൾ തെൽബിയത്ത് ഏരിയ. എന്റെ പറയും ഇത് സുന്നികൾ പറയും പോലെയാണ്. ഇന്നലെ പറയുന്നത് അങ്ങനെ അള്ളാഹ്ക്ക് ഒരു വിധത്തിലുള്ള കൂരാരുണ്ട് എന്നാ സുന്നികൾ പറയും. സുന്നികൾ പറഞ്ഞ ലാ ശരീക ലഹ്, അള്ളാഹുവിന് ഒരു നിലക്കും ഒരു കൂരാരനും ഇല്ല. അതേ സമയത്ത് മുശ്രിക്ക് പറഞ്ഞതോ അള്ളാഹുവിന് ഒരു സൈസ് കൂറുകാരുണ്ട്, ഇല്ലാന്നല്ല. ആ കൂറുകാരൻ അള്ളാഹിന്റെ കീഴിലാണ്. അത് വൈരുദ്ധ്യമാണ് ആ മുശ്രിക്കുകൾ പറഞ്ഞ വാചകം. കാരണം കീഴിലുള്ളവന് ഉടമസ്ഥാവകാശത്തിലുള്ള കൂറുകാരനാവൂല, അടിമ ഒരിക്കലും ഉടമയോട് കൂറുള്ളവനാവൂല. അത് ഈ മൗലവിമാർക്ക് മനസ്സിലായില്ല. എന്നിട്ട് ആ വൈരുദ്ധ്യം പറഞ്ഞ മുശ്രിക്കിന്റെ തെൽബിയത്തെടുത്തിട്ട് സുന്നികളെ മുശ്രിക്കാക്കാൻ നടക്കുകയാണ് മൗലവിമാര്. അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ. ഇവിടുന്ന് മൗലവിമാര് എല്ലാവരും ഇരുന്ന് ആലോചിച്ചു ഇതിനിപ്പോ എന്താ മറുപടി അറിയാൻ. ഒരു മറുപടിയും കിട്ടാതായപ്പോ മൗലവി ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഇബാറത്തുകൾ എന്ത് വായിച്ചിട്ടും കാര്യമില്ല. ആരെ ഇബാറത്തേനും മൗലവി വായിച്ചത്? ഇബ്നു തൈമിയന്റെ ഇബാറത്തല്ലേ വായിച്ചത്? ഇബ്നു തൈമിയന്റെ വാക്ക് ഖുർആൻ പോലെയാണ് നിങ്ങളെ വിചിന്തനത്തിലില്ലേ? ഇബ്നു തൈമിയന്റെ വാക്ക് ഖുർആൻ പോലെയാണ് നിങ്ങളെ വിചിന്തനത്തിലില്ലേ? ആ ഇബ്നു തൈമിയന്റെ വാക്കല്ലേ ഞാൻ ഉദ്ധരിച്ചത് ഇബാറത്ത്? എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ഇബാറത്ത് എന്ത് പറഞ്ഞു കാര്യമില്ല. അതൊന്ന് വെച്ചോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തെൽബിയത്തിനെ പറ്റി പ്രസംഗിച്ചു, ഒന്ന് വെച്ചു കൊടുക്ക്. എന്തേ മൗലവി മറുപടി അറിയാണ്ട് പോകാൻ കാരണോ? ഒന്ന് വെച്ചു കൊടുക്കും. മൗലവിമാർക്കുണ്ടല്ലോ ഒരു തെൽബിയത്ത്, അതായിരിക്കും പറയാൻ പോലെ തെൽബിയത്ത്, മുശ്രിക്കുകളെ തെൽബിയത്ത്. ഈ തെൽബിയത്തിനെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യ പറയുന്നത് ഈ തെൽബിയത്തെ അരി കക്ഷികളാ. ആര്? അള്ളാന്റെ കൂറുകാരായ ശുപാർശക്കാര് എന്ന് വിശ്വസിക്കുന്ന കക്ഷികൾ. അതുപോലെ അള്ളാഹുവിന്റെ കൂറുകാരാണ്, അള്ളാന്റെ മക്കളാണ് മലക്കുകൾ എന്ന് വിശ്വസിക്കുന്ന കക്ഷികൾ. ആ കക്ഷികളാണ് തെൽബിയത്തിൽ. എന്ത് തെൽബിയത്ത്? അത് ഞാൻ വായിക്കാം, നോക്കി വായിക്കാം. വക്കാനു യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു ഈ തെൽബിയത്തിഹിം, അവരുടെ തെൽബിയത്തിൽ ലബ്ബൈക ലാ ശരീക ലക്, പടച്ചവരെ നിനക്കുത്തരം ചെയ്യുന്നു, നിനക്ക് കൂറുകാരനില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്കൊരു കൂറുകാരുണ്ട്. ഇല്ലാ ശരീകൻ ഹുവ ലക, ആ കൂറുകാരൻ നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക, ആ കൂറുകാരനെ നീ ഉടമയാക്കുന്നു. വമാ മലക, ആ കൂറുകാരൻ ഉടമയാക്കിയതിനെയും നീ ഉടമയാക്കുന്നു. ഇതുപോലെ സോണിയാഗാന്ധിയും പ്രധാനമന്ത്രിന്റെ കീഴിലാന്ന് പറഞ്ഞില്ലേ? അതുപോലെ നിന്റെ കീഴിൽ തന്നെ നിന്നെയും കൂടി നീ അയാളെയും കൂടി അവളെയും കൂടി ഭരിക്കുന്നുണ്ട്. പക്ഷെ അവള് പറയുമ്പോൾ കേൾക്കാണ്ടത്ത് പറ്റിയില്ല. ആ രൂപത്തിലാണ് അവർ ഈ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവർക്കൊരു മറുപടി പറയുന്നുണ്ട് ഖുർആൻ. ഈ തെൽബിയത്തുകാർക്കൊരു മറുപടി, അള്ളാന്റെ മറുപടി കേട്ടോളി. വഖാല തആല, അവരെ മറുപടി അള്ളാഹ് പറഞ്ഞത് ഇബ്നു തൈമിയ്യ അവിടെ ഉദ്ധരിക്കുന്നു. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون. പടച്ചവന് കൂറുകാരുണ്ടെന്നും ആ കൂറുകാർ അള്ളാന്റെ കീഴിലാണെന്നും അവരാണ് ഞങ്ങളുടെ ദൈവങ്ങളെന്നും ആ ദൈവങ്ങൾ പടച്ചവരോട് ഈ ശുപാർശ പറഞ്ഞ് കൽപ്പനാ സ്വഭാവത്തിൽ ശുപാർശ പറഞ്ഞ് ആ റബ്ബിനെ അനുസരിപ്പിക്കുമെന്നും റബ്ബ് അവർക്ക് വഴിപ്പെടേണ്ടി വരുമെന്നും പറയുന്ന മുശ്രിക്കീങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹ് പറയാണ്. വറബലക്കും മസലം മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഒരു ഉപമയാക്കി തന്നിരിക്കുന്നു. ചിന്തിക്കാൻ ഹല്ലക്കും നിങ്ങൾക്കുണ്ടോ മിമ്മ മലക്കത്ത് ഐമാനുക്കും മിൻ ശുറക്കാ,
നിങ്ങളുടെ ഉടമസ്ഥതയുടെ കീഴിലുള്ള വല്ല അടിമകളും നിങ്ങൾക്ക് കൂറുകാരുണ്ടോ? കൂറാണെങ്കിൽ പിന്നെ അടിമയല്ലല്ലോ, അടിമയാണെങ്കിൽ പിന്നെ കൂറല്ലല്ലോ, കൂറുള്ളവരാണെങ്കിൽ കീഴല്ലല്ലോ, കീഴിലാണെങ്കിൽ കൂറല്ലല്ലോ. അപ്പൊ നിങ്ങള് അള്ളാന്റെ കീഴിലുള്ള കൂറുകാരെന്നല്ലേ പറയുന്നു? ഇല്ലാ ശരീക്കൻ ഹുവലക്ക, നിനക്കൊരു കൂറുകാരുണ്ട്. പഠിച്ചവരെ, നിന്റെ ഉടമസ്ഥതയിൽ ഉള്ള കൂറുകാരെ എന്നല്ലേ നിങ്ങൾ പറയുന്നു? അങ്ങനെ ഒരു കൂറുകാരുണ്ടാവോ? കൂറുണ്ടെങ്കിലും ഉടമസ്ഥയുടെ കീഴിലല്ല, കീഴിലാണെങ്കിലോ ഉടമസ്ഥയുടെ കീഴിലാണെങ്കിലോ അടിമയാണ്, കൂറുകാരനല്ല. അല്ലാതെ രണ്ടും കൂടി ഒന്നായിട്ടുണ്ടാവോ? പൊന്നിന്റെ ഇരുമ്പലൊക്കെ ഉണ്ടാവോ മൗലവി? മൗലവിമാർ ശരിക്കും ശ്രദ്ധിക്ക്. പൊന്നിന്റെ ഇരുമ്പലൊക്കെ ഉണ്ടാവോ? ഗോതമ്പത്തിന്റെ പൊടിയരിക്കഞ്ഞി ഉണ്ടാവോ? ഗോതമ്പത്തിൻ്റെതാണെങ്കിൽ അത് പൊടിയരിക്കഞ്ഞല്ല, ഗോതമ്പത്തിന്റെ കഞ്ഞി. പൊന്നിന്റെ ഇരുമ്പൊലക്ക ഉണ്ടാവൂല, അത് പൊന്നൊലക്ക. പൊന്നിന്റെ ഇരുമ്പൊലക്ക ഉണ്ടാവൂല. ഇതുപോലെ കൂറുകാരാണ് എന്നൊരു ഭാഗത്ത് പറയാ, അള്ളാന്റെ കീഴിലുള്ള അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള അടിമയാണെന്ന് വേറെയും പറയാ. അങ്ങനെ ഒന്നും ഉണ്ടാവോ എന്ന് അള്ളാഹ് ചോദിക്കുന്നത്? ഉണ്ടാവൂലല്ലോ. അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് വൈരുദ്ധ്യമാണ്, കള്ളം പറയാണ്, വൈരുദ്ധ്യം പറയാണ്. ഏതുപോലെ? മൗലവിമാര് പറയും പോലെ. മൗലവി എന്ത് പറഞ്ഞു? ഞാൻ ഷാഫി ഇമാമിനെക്കാളും വിവരമുള്ള ആളല്ല, ഞാൻ കേൾപ്പിച്ചില്ലേ? ഇമാമിങ്ങളെ ഞങ്ങൾ തള്ളുന്നില്ല. ഷാഫി ഇമാം റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞു? മുശ്രിക്കീങ്ങൾ അവിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. മൗലവി എന്ത് പറഞ്ഞു? അത് ആരോ പറഞ്ഞതാണ്, വിശ്വസിക്കാൻ അപ്പറഞ്ഞ് അംഗീകരിച്ചൂടാ. അപ്പൊ മൗലവിന്റെ വാക്ക് വൈരുദ്ധ്യായില്ലേ? ഇമാമിങ്ങൾ എന്നെ സ്വീകരിക്കൂ എന്ന് പറയാ, ഇമാമിങ്ങൾ പറഞ്ഞേ കാണിക്കുമ്പോ അത് നമ്മൾ സ്വീകരിക്കൂല എന്നും പറയാം. ഇതുപോലെ പൊന്നിന്റെ ഇരുമ്പൊലൊക്കെ ഉണ്ടാവൂല, ഇമാമിങ്ങളെ സ്വീകരിക്കുന്ന മുജാഹിദ് ഉണ്ടാവൂല. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇതുപോലെ അള്ളാന്റെ ഉടമസ്ഥതയുടെ കീഴിലുള്ള കൂറുകാരനുണ്ടാവൂല. അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞ വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നു, നിങ്ങളെ അടിമകൾ നിങ്ങളെ കൂറുകാരാകുമോ? അതെ, നിങ്ങൾക്ക് നമ്മൾ തന്ന അടിമകളാണ്, എന്നാൽ അധികം നിങ്ങൾ കൂറുകാരാ, നിങ്ങൾ സമ്മതിക്കോ? സ്വതന്ത്രന്മാരായ നിങ്ങൾ പരസ്പരം പേടിക്കും പോലെ നിങ്ങൾ അടിമകളെ പേടിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തേ തെൽബിയത്ത് ചൊല്ലുമ്പോ എന്റെ കൂറുകാരനാണ് എന്ന് പറയുന്നു, ഞാൻ അവർക്ക് ഭയപ്പെടേണ്ടി വരും, ഞാൻ പേടിക്കേണ്ടി വരും എന്ന് നിങ്ങൾ പറയുന്നു, എന്റെ കീഴിലുള്ളവരാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഇത് വിഡ്ഢിത്തമല്ലേ, വൈരുദ്ധ്യമല്ലേ? കദാലിക നുഫസിലുൽ ആയാതി ലിഖൗമിൻ യഖിലൂൻ. അഖലുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് നമ്മളെ ദൃഷ്ടാന്തം വിവരിക്കൽ ഇങ്ങനെയാണ് നബിയേ. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഞാൻ ശരിക്കും വിവരിക്കുന്നുണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഇത് ഈ ആയത്ത് കൊടുത്തുകൊണ്ട് ഇബ്നു തൈമിയ്യ തന്നെ വിശദീകരിക്കുന്നത് പഠിച്ചോ മൗലവിമാരെ. ബയ്യന സുബ്ഹാനഹു ബിൽ മസലില്ലദീ ദറബഹു ലഹും. ഈ ഉപമ കൊണ്ട് അല്ലാഹു തആല അവർക്ക് വിവരിച്ചു കൊടുത്തു. അന്നഹു ലാ യംബഗി അൻ യുജ്അല മംലൂകുഹു ശരീകഹു. അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനത്തെ അള്ളാന്റെ കൂറുകാരനാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഫഖാല, അപ്പൊ അല്ലാഹ് പറയാണ്, അല്ലക്കും മിമ്മാ മലക്കത്ത് ഐമാനുക്കും മിൻ ശുറകാ ഫീമാ റസഖനാകും ഫഅൻതും ഫീഹി സവാഉൻ യഖാഫു അഹദുക്കും മംലൂകഹു കമാ യഖാഫു ബഅദുക്കും ബഅദാ. അങ്ങനെ ഉടമസ്ഥതയുടെ കീഴിലുള്ളവരെ അതാ ഉടമസ്ഥൻ ഭയപ്പെടേണ്ട സന്ദർഭം വരൂലല്ലോ. ഫൈദാ കാന അഹദുക്കും ലാ യർളാ അൻ യകൂന മംലൂകുഹു ശരീകഹു. അങ്ങനെ ഉടമസ്ഥതയിലുള്ളവർ കൂറുകാരനാണെന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടൂലല്ലോ. പിന്നെ നിങ്ങൾ പടച്ചവനെ പറ്റി പടച്ചവന്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറയുകയും അള്ളാന്റെ കൂറുകാരനാണെന്ന് പറയുകയും ചെയ്യുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുമോ? പടച്ചവന്റെ അടിമകളിൽ അള്ളാഹ്ക്ക് കൂറുകാരുണ്ടെന്ന് പറയുന്നത് അള്ളാഹ് തൃപ്തിപ്പെടുമോ? നിങ്ങളെന്ത് വിഡ്ഢിത്തമാ അബൂജഹലെ പറഞ്ഞത് എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. നിങ്ങൾ എവിടെയും ഒരു തെളിവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ് ഈ തെൽബിയത്തിന്റെ വാചകം, മുശ്രിക്കിന്റെ തെൽബിയത്ത്. അതിന് ഖണ്ഡിതമായ മറുപടി ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യന്റെ ഇബാറത്ത് വായിച്ച് ഞാൻ പറഞ്ഞപ്പോ ഖമാന്ന് മൗലവിക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ മൗലവി പറഞ്ഞു, ഇബാറത്തൊന്നും വായിക്കണ്ട. പിന്നെന്താ വായിക്കണ്ടേ? ഇനി പിന്നെന്താ പറഞ്ഞറിയൂ? എനിക്കൊരു രസം കേൾപ്പിക്കാൻ പാടും, കേട്ടോളി. മൗലവിന്റെ തട്ടിപ്പ് എന്താ തട്ടിപ്പ് അറിയോ? ഞാൻ പറഞ്ഞു, മുശ്രിക്കുകൾ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല. അത് എന്റെ വകയിലല്ല, റാസിമാൻ പറഞ്ഞാണ്. ഇനി അതേ ഇമാം റാസി റളിയല്ലാഹു അൻഹു മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ പറയുന്നത്
മറ്റൊരായത്തിൽ വിരിച്ചുകൊണ്ട് പറയാണ് ഇത് തഅ്മുറൂനനാ അൻ നക്ഫുറ ബില്ലാഹ്, അല്ലാഹുവിൽ അവിശ്വസിക്കാനല്ലേ നിങ്ങൾ നമ്മളോട് കൽപ്പിച്ചതെന്ന്. ഖിയാമത്ത് നാളിൽ അവരുടെ അനുയായികൾ ചോദിക്കുമ്പോ, നേതാക്കന്മാരോട് ചോദിക്കുമ്പോ, ആ ചോദിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്ന ആയത്ത് വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം റാസി പറയുന്നു, ഹാദാ യുബയ്യിനു, ഈ ആയത്ത് പഠിപ്പിക്കുന്നു, വിവരിക്കുന്നു, അന്നൽ മുശ്രിക ബില്ലാഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കീങ്ങൾ, മാ അന്നഹു ബിസൂറത്തി മുസ്ബിത്തുൻ ലാകിന്നഹു ബിൽ ഹഖീഖത്തി മുൻകിറുൻ ലിവുജൂദില്ലാഹ്, ബാഹ്യമായി അല്ലാഹ് ഉണ്ടെന്നും ആകാശഭൂമി അല്ലാഹ് പടച്ചു എന്നും അവർ സമ്മതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ അല്ലാഹ് ഉണ്ടെന്നത് നിഷേധിക്കുന്നവരാണ്. ലിഅന്നമൻ യുസാബിഹിൽ മഖ്ലൂഖുൽ മൻഊതു ലാ യകൂനു ഇലാഹൻ, കാരണം ഈ വിഗ്രഹങ്ങളോട് തുല്യമാകുന്ന ഒരാൾ ഇലാഹാകാൻ പറ്റില്ലല്ലോ, ദൈവമാകാൻ പറ്റില്ലല്ലോ, അള്ളയാകാൻ പറ്റില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല, വിഗ്രഹങ്ങളോട് കൂറുള്ള ഒരു സങ്കല്പമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ്, വിശ്വസിക്കാത്തവരാണ്. ഇമാം റാസി റഹിമഹുല്ലാഹ് സൂറത്തു സബഇന്റെ തഫ്സീറിൽ 225-ാമത്തെ പേജിൽ പച്ചയായി രേഖപ്പെടുത്തുന്നു. കാരണം ഉള്ള അള്ളാഹുവിന് കൂറുകാരനില്ല, മക്കളില്ല, ഇങ്ങനെ കുറെ സംഗതി ഉണ്ട്. അപ്പോ മൗലവി എന്ത് ചെയ്യുന്നറിയോ, അത് കേൾപ്പിക്കുന്നുണ്ട്. ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മൂപ്പരെന്താ ചെയ്യുന്നറിയോ, മുജാഹിദീങ്ങളോട് പറയുന്നത്, ക്ലിപ്പും കേൾപ്പിച്ചിട്ട് പറയുന്നത് അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല എന്നാ പേരോട് പറയുന്നത്. ഞാൻ പറഞ്ഞെന്താണ്, ഉള്ള അള്ളാഹുവിലല്ല. ഈ ഉള്ള എന്നുള്ള ഇയാൾ കട്ടാളിഞ്ഞ് പറയുന്ന സമയത്ത് അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. അയാൾ ആ തട്ടിപ്പ്, അദ്ദേഹത്തിന്റെ അട്ടിമറി. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ലെന്താണ്, ഉള്ള അല്ലല്ല ഒരു സങ്കല്പാണ്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ലെന്താണ്, ഉള്ള അല്ലല്ല ഒരു സങ്കല്പാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. കേട്ടോ? അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. കണ്ടങ്ങൾ ഉള്ള എന്നുള്ള കത്ത് കണ്ടോ? ഞാൻ പറഞ്ഞ വാചകത്തിന് ഉള്ള എന്നത് കത്തു. എന്നിട്ട് ക്ലിപ്പ് കേൾപ്പിക്കുന്ന ഒന്ന്, ഇയാൾ പറയുന്ന വേറൊന്ന്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. കേട്ടോ? അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. കേട്ടോ? അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. ആഖിർ കബളിപ്പിക്കുന്നവർ വരും, അട്ടിമറിക്കുന്നവർ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇനി സഹോദരന്മാരെ, ഇയാൾ പറയുന്നുണ്ട് എന്തെന്നറിയോ, പിന്നെ വേറൊരു അള്ളണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അള്ളുണ്ട്. അവര് വിശ്വസിച്ചത് മൗജൂദായ അള്ളാഹുവിലല്ല, അവർ വിശ്വസിച്ചതല്ല, വാസ്തവില്ല അവർ സങ്കല്പിച്ചതാണ്. അവർ സങ്കല്പിച്ചത് അവരെ സങ്കല്പത്തിന് അള്ളാഹ് പേരിട്ടു. അവരെ സങ്കല്പിച്ച പോലത്തെ ഒരു അള്ളില്ല. മക്കളുള്ള ഒരള്ളുണ്ടോ എന്നാ അത് പറ മൗലവി, മക്കളുള്ള ഒരള്ളുണ്ട് എന്ന് പറ. അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവനാ അള്ളാഹ് നിങ്ങൾ പറ, പരസ്യമായിട്ട് പറ. അതുപോലെ അള്ളാഹുവിന് ആൺകുട്ടികളുണ്ട് എന്ന് പറ. അല്ലെങ്കിൽ നിങ്ങൾ പറ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ച പോലത്തെ അള്ളുണ്ട് എന്ന് പറ. മക്കളുള്ള അള്ളുണ്ടോ, ഉണ്ടോ ഇല്ലേ പറ. ഉള്ള അള്ളാഹുവിലാണോ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം? എന്നിട്ട് മൗലവി പ്രസംഗിക്കുന്നു. അവരല്ലാഹ് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. അവര് അള്ളാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. മക്കളുള്ള ഒരള്ളുണ്ടോ എന്നാ അത് പറ മൗലവി, മക്കളുള്ള ഒരള്ളുണ്ട് എന്ന് പറ. അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവനാ അള്ളാഹ് നിങ്ങൾ പറ, പരസ്യമായിട്ട് പറ. അതുപോലെ അള്ളാഹുവിന് ആൺകുട്ടികളുണ്ട് എന്ന് പറ. അല്ലെങ്കിൽ നിങ്ങൾ പറ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ച പോലത്തെ അള്ളുണ്ട് എന്ന് പറ. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മൂപ്പരുണ്ട് ഒരു ഇങ്ങനെ നോക്കി വായിക്കുന്ന ഒരു സാധനം. മൂപ്പരെന്നായിട്ട് പറഞ്ഞതറിയോ, ദൈവത്തെ നിഷേധിക്കുന്നവര് വിശ്വസിക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ കരങ്ങളാണ്. ദൈവത്തിനെ നിഷേധിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ടോലോ എല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന്റെ കരങ്ങളാണ്. അപ്പൊ ദൈവമില്ല, കരങ്ങളുണ്ട്. നല്ല കോലം കേട്ടോ ഇവിടെ മൗലവി പറഞ്ഞ കോലം. ദൈവമില്ല, ദൈവത്തിന് കരം മാത്രം, കരെല്ലാം ഉണ്ടാക്കുക, ദൈവത്തില്ലാരും. എന്നാൽ അത് എന്തെങ്കിലും വായിച്ചങ്ങ് പറഞ്ഞു പോയാ പറ, ഓരോന്നും പറ, ആരെഴുതി എവിടെ എഴുതി എന്നൊക്കെ ശരിക്കും പറയുമ്പോ ഏതെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയതിൽ അച്ചടിപ്പശ കൊണ്ടെങ്കിൽ അത് തിരുത്തൂന്നല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് മൂളിയിട്ട് പോകാന്ന് വിചാരിക്കണ്ട. ഇനി നിങ്ങൾക്ക് കേൾക്കണോ?
മൂപ്പര് ബഹുമാന്യനാണ്. അതൊന്നും ആദ്യം വെക്കുമോനെ, സക്കരിയ സലാഹി ബഹുമാന്യനാണ്. ഓരോ കഥകളും നിങ്ങൾ പറയിപ്പിക്കണ്ട. നിങ്ങൾ എവിടെയാ പ്രസംഗത്തിന് മറുപടിക്ക് പോകാറുള്ളത്? ഇരുമ്പുഴിയിൽ നിങ്ങളുടെ കൊണ്ടോട്ടി പ്രസംഗത്തിന്റെയും ഇരുമ്പുഴിയിലെ പ്രസംഗത്തിന്റെയും ഒരേ ആശയമായിരുന്നു. ബഹുമാന്യനായ സക്കരിയ സലാഹി 3 ദിവസം അതിന് കൃത്യമായി നിങ്ങളുടെ ഓരോ വാദങ്ങളെയും ഇട്ടുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ തൊലി വിരിച്ചു. പേരോട് ഇവിടെ വരണം എന്ന് കൃത്യമായി പലതവണ ആവർത്തിച്ച് വെല്ലുവിളിച്ചു. കേട്ടോ, എനിക്ക് പറഞ്ഞ കുറ്റം കേട്ടങ്ങള് കുണ്ടോട്ടി ഞാൻ പ്രസംഗിച്ച ആശയവും ഇരുമ്പുഴിന്ന് പ്രസംഗിച്ച ആശയം ഒന്ന് തന്നെയായിരുന്നു. ഞാൻ രണ്ടാ പറയണ്ടി, എനിക്കയാൾ കണ്ടൊരു കുറ്റാണത്. ഞാൻ കുണ്ടോട്ടി എന്ന് പറഞ്ഞ അതേ ആശയാണ് ഇരുമ്പുഴി എന്നും പറഞ്ഞത്. ഈ മൗലവിമാരെ പോലെ ഞാനും ആകാനാ. എന്നിട്ട് മൂപ്പര് എന്റെ തൊലിയുരിച്ചു പോലും ആര് സക്കരിയേ. എന്നിട്ട് സക്കരിയ എന്നെ വെല്ലു വിളിച്ചിട്ട് ഞാൻ പോന്നില്ല. അതെ സക്കരിയ കുണ്ടോട്ടി വരാതെ കുണ്ടോട്ടി സീഡിക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് ഈ ഇരുമ്പുഴി പോയിട്ട് മറുപടി പറഞ്ഞു എന്ന് പറയുന്നത് അല്ല മൗലവി. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ഏതോ ഒരാള് തലയിൽ മുറിഞ്ഞപ്പോ മരുന്ന് എവിടെ വെച്ച് നിങ്ങൾ കൂട്ടിക്കോളി. എന്റെ കുണ്ടോട്ടിയിലല്ലേ മൗലവി എന്റെ സീഡി ഇറങ്ങിയത്. നിങ്ങൾ എന്റെ കുണ്ടോട്ടിയിൽ ഇവരെ മറുപടി പറയാഞ്ഞേ? ഇത് ഇരുമ്പുഴിന്ന് മറുപടി പറഞ്ഞു എന്നാ പറയുന്നത്. ഇത് പറയാം രണ്ടും ഒരേ ആശയായിരുന്നു. ഞാൻ രണ്ടാശയാ പറയണ്ടേ? നല്ല കോളായി. ആർക്കായി മറുപടി? സക്കരിയാക്കോ? സക്കരിയ ബഹുമാന്യനാണ് പോലും. ബഹുമാന്യനായ സക്കരിയ മുജാഹിദീങ്ങളെ, നമ്മളല്ല മുജാഹിദീങ്ങളെ തന്നെ പറയുന്ന തെറിയൊന്ന് കേട്ടോളിങ്ങൾ. മറുപടി പറയേണ്ട സൈസാണോ അല്ലേ നിങ്ങൾ പറയും, നാട്ടുകാർ പറയും. ഞാൻ മറുപടി പറയണോ വേണ്ടേ? ഒന്ന് വെച്ചോട്ടെ. അവൻ 22. അതൊരു മുജാഹിദ് എന്നെ കേൾപ്പിക്കുകയാണ്, ഞാൻ കേൾപ്പിക്കുന്നില്ല. മുജാഹിദിന്റെ മറ്റേ മുജാഹിദ് ഉണ്ടല്ലോ, വയനാടൻ. ആ വയനാടൻ മുജാഹിദ് കേൾപ്പിക്കുന്നതാണ്. ഒന്ന് വെച്ചു കൊടുത്താമനെ. ആദരവോടുകൂടി വിയോജിക്കണം എന്ന് പറഞ്ഞിട്ട് കെ സക്കരിയ വിയോജിക്കുന്ന രീതി ഒന്ന് കേട്ടോളൂ നിങ്ങൾ. കെ സക്കരിയ നടത്തുന്ന ആ പച്ച തെറിയുണ്ടല്ലോ, അത് പൊട്ടന്മാരെ പരമവിധികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പോയട്ടക്കാരെ, കാട്ടാളന്മാര്, പരമവിധികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിധികളെ, പൊട്ടന്മാരെ, നുണമഴയാണ്. ഉളുപ്പുണ്ടോ? പടപൂജ വൃത്തികെട്ടവന്മാര്. ആ തരത്തിൽ മുതലേ മടവൂര് നിൽക്കുക, CP ഊടുക, CP നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊടുക. ആ തരത്തിൽ മുതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ, ഉച്ചയും മടവും CP. മടവൂരിനൊക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കവഞ്ച് ചെയ്ത് കണ്ട് കൊണ്ടേ മറവികളുണ്ട്. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടിനു. പൊട്ടന്മാരെ. ആരായി? മനുഷ്യത്തമ്മാടി. ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടിനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. വലിയ അറിവാളനാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുഹദ്ദിസായി ചമഞ്ഞ് നടക്കുക. ഇയാളൊരു ഹുറാബിയാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നല്ല ആദരവല്ലേ? ആദരവോടുകൂടിയല്ലേ കെ സക്കരിയ വിയോജിപ്പിച്ചിട്ടുള്ളതില്ലേ? മടവൂരി പെണ്ണുങ്ങളും ആണുങ്ങളും കണ്ട മൂന്നൊക്കെ ഞാൻ കൊടുക്കണം തോന്നുന്നു. മാന്യനായോണ്ട് ഞാൻ കൊടുത്തില്ല. ആ കൂട്ടത്തിലൊരു മാന്യൻ, അയാളുടെ മാന്യത ബാക്കിയുള്ളവരെ മാന്യത എത്ര ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാം. ബഹുമാന്യനാര് ഇയാള്? ആര്? സക്കരിയ സലാഹി ബഹുമാന്യൻ. ആ ബഹുമാന്യന് ഞാൻ മറുപടി അറിയാൻ പോയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്തറി പറയുന്ന മൗലവിക്ക് ഞാൻ മറുപടി അറിയാൻ പോണോ? പോണ്ടാന്നാ മനുഷ്യന്മാരൊക്കെ പറയുന്നു. മനുഷ്യന്മാരങ്ങനെ പറയും. ഇനി ഇയാൾ പറയുന്നത് ഇടമുട്ടത്തും പിന്നെ ഉസങ്കടിയിലും പിന്നെ മണ്ണാർക്കാടും അവിടെ ഒക്കെ നിങ്ങളെല്ലായിട്ട് നിങ്ങളെ പണ്ഡിതന്മാരായിട്ട് വാദപ്രകാരം നടത്തിയിട്ട് സക്കരിയ സലാഹിയും അതുപോലെ ഹനീഫ് കായ്ക്കൊടുക്കെ വാദപ്രകാരം നടത്തിയിട്ട് സാധാരണയായിട്ട് നിങ്ങൾ ശരിക്കും കേൾക്കണേ. സാധാരണ എല്ലാവരും പറയലെങ്ങനെയോ നീ തൊലിയുരിച്ചോന്നാ ചോദിക്കുക. അത് പറയുന്നില്ല മൗലവി. ചേച്ചിയെത്തിയിൽ വെച്ച് മൗലവി പറയുന്ന അറിയോ? തൊലിയുരിച്ചോന്ന് ചോദിക്കുന്നില്ല. കാരണം മൂപ്പർക്കറിയാം തൊലിയുരിച്ചിന്. മൂപ്പരെന്താ ചോദിക്കുന്നത് പറയോ? നിങ്ങൾ തൊലി അണ്ണാക്ക് തൊടാതെ വീങ്ങിയോന്ന് ഉരിച്ചിന്ന് മൂപ്പർക്ക് ഉറപ്പാ. അത് വീങ്ങിയോന്നാ മൂപ്പരെ ചോദ്യം. അത് ചോദിച്ചോട്ടെ അവനെ.
അപ്പോ മൂപ്പർക്ക് ഇങ്ങനെ വലിയ താല്പര്യത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. ധൈര്യമുള്ള മൗലൈമാരുണ്ടെങ്കിൽ മുമ്പിൽ വന്ന് വായിക്കട്ടെ എന്നൊക്കെ. നിങ്ങളെ മുമ്പിലല്ലേ ഈ മൗലൈമാരൊക്കെ കിതാബ് വായിക്കാൻ വന്നത്? വസങ്കടിയിൽ നിന്നും അതേപോലെ തന്നെ മണ്ണാർക്കാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇടമുട്ടത്ത് വെച്ചൊക്കെ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ മുമ്പിലല്ലേ വന്നത്? എന്നിട്ട് നിങ്ങൾ എന്തേ അവരൊക്കെ തോലി അണ്ണാക്കുതളാകന് വിഴുങ്ങിയോ? തോലി അണ്ണാക്കുതളാകന് വിഴുങ്ങിയോ? കണ്ടോ, തൊലി അണ്ണാക്ക് തൊടാതെ വിഴിഞ്ഞോ? നിങ്ങളാരോ കേട്ടോ ഇതുപോലെ ആരും ചോദിക്കുന്നത്? തൊലി ഉരിഞ്ഞോന്ന് ചോദിക്കലുണ്ട്. പക്ഷെ അവർക്ക് അയാൾക്കറിയാം തൊലി ഉരിഞ്ഞിട്ടുണ്ട്. അത് വിഴിഞ്ഞോന്നാ? വിങ്ങാൻ പറ്റിയ സാധനോ? ഒരു ഹലാലായ സാധനം അല്ലാണ്ട് വിങ്ങാൻ പറ്റുമോ? അപ്പൊ തൊലി വിഴിഞ്ഞോന്നാ ചോദ്യം. എന്നാ എന്താ ഇടമുട്ടത്ത് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. ഞാനുമായിട്ട് മുജാഹിദ് മൗലിമാര് വാദപ്രയോഗം നടത്തി. എന്നിട്ട് ഇടമുട്ടത്ത് എന്താ ഉണ്ടായത് എന്ന് മടവൂര് മുജാഹിദ് നിങ്ങൾ പറയട്ടെ. മടവൂര് മുജാഹിദായിട്ട് വാദപ്രയോഗം നടത്തിയിട്ട് എന്താ ഉണ്ടായത് എന്ന് മറ്റേ മുജാഹിദും പറയട്ടെ. നമ്മൾ തൽക്കാലം 2 മിനിറ്റ് ഞാൻ വിശ്രമിക്കട്ടെ. ഇനിയോ ഇതൊക്കെ പറഞ്ഞ് അവസാനം കൊഞ്ഞനം കുത്തണല്ലോ. എന്താണ് കൊഞ്ഞനം കുത്തുന്ന രീതിയാ? എന്നിട്ടോ കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ തോറ്റത് കണ്ടോളി എന്നാ പറഞ്ഞിട്ടുള്ളത്. കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ തോറ്റത് കണ്ടോളി എന്ന്. എന്നിട്ട് എന്താ ബഹുമാനായ അബ്ദുസലാം സുല്ലമി വായിച്ചിടത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ പറഞ്ഞിടത്ത് അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കലിനും ചെറിയ തെറ്റ് പറ്റി. ഈ തെറ്റ് പറ്റിയത് എടുത്തിട്ട് ആഘോഷിക്കുകയാണ് KK സക്കരിയ. സുന്നികൾ പറയുന്നത് കേട്ടിട്ട് ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും സമുദായ ഐക്യത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് കരിമ്പുലാക്കലും ഈ അബ്ദുസലാസിന്റെ കൂടി ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട് വാദപ്രതിവാദം നടത്തി. സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് അവസാനിപ്പിക്കണോ? നമ്മളൊക്കെ പള്ളിയിൽ നടക്കല്ലേ? പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങള് നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്. ഒരു കുട്ടിന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പർ പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരില്ല. പക്ഷേ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നോതി കേസറ്റില്ലേ? وإذا مس الناس ضر أو ربهم منيبين إليه وإذا مس الناس ضر أو ربهم منيبين إليه ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസറ്റ് കേട്ടോ നിങ്ങൾ? മസ്സൻ നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പർ പറയാം ആയിരം മക്കളും തിരിയാൻ കുട്ടികൾ വിടുവോ? എന്താ അവസ്ഥ? ഓ, കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ ആകെ വിട്ടുമടക്കി എന്നാ ഞങ്ങൾ സംവാദം നടത്തിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. എന്നാൽ ഈ പ്രസംഗത്തിൽ പോലും ആയത്തോന്നിടത്ത് KK സക്കരിയ സ്വലായിട്ട് തെറ്റിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ KK സക്കരിയക്ക്? അഫതത്തഖിദൂനഹു വദുരിയതഹു എന്ന് പറയുന്നിടത്ത് അഫതത്തഖിദൂനി എന്ന് KK സക്കരിയ ഓതിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ KK സക്കരിയക്ക്? ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. കണ്ടോ? അപ്പൊ തത്തഖിദൂനി വദുരിയതഹു ഔലിയാ, അവിടെ സഹായികളുടെ അർത്ഥം പറഞ്ഞു. ആ അർത്ഥം പഠിയും വെച്ചോളി. നോക്കൂ നിങ്ങൾ KK സക്കരിയ എന്താ ഓതിയത്? അഫതത്തഖിദൂനി. കണ്ടോ? അപ്പൊ തത്തഖിദൂനി വദുരിയതഹു ഔലിയാ തെറ്റിയിട്ടില്ലേ? KK സക്കരിയ ഇതിട്ടിട്ട് ഞങ്ങൾ KK സക്കരിയയുടെ വിവരം അളക്കാറുണ്ടോ? ഞങ്ങളിത് വേറെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? ഇനി നോക്കൂ നിങ്ങൾ, ഇടമുട്ടൻ സംവാദത്തിൽ കളവ് പറഞ്ഞത് പിടിച്ചിട്ടില്ലേ? പിന്നീട് KK സക്കരിയ കളവ് പറഞ്ഞത് പിടിച്ചിട്ടില്ലേ? എന്താ KK സക്കരിയക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ സാധ്യമല്ല. ആ ഭാഗം കൂടി ഒന്ന് കണ്ടുകൊള്ളുക. പക്ഷേ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് ആയിരിക്കില്ല പറഞ്ഞത്. നിങ്ങൾ അപ്പുറവും ഇപ്പുറവും മൂടി വെച്ച് വായിക്കൽ നിങ്ങളെ പതിവാണ്. അപ്പോൾ നിങ്ങൾ ആ ലേഖനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ സാധാരണ പകുതി മൂടി വെച്ച് പറയുന്നതാണ്. ഞാൻ ചോദിക്കുന്നതിന് അപ്പുറം ഇപ്പുറം വായിക്കാൻ തയ്യാറുണ്ടോ? ഫുള്ളായിട്ട് വായിക്കണം. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ, നേരെ മറിച്ച് നിങ്ങളുടെ സെൽസബീലിൽ ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്, ഒരാൾ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പറയരുത്. അത് ഇയാളും പറഞ്ഞിട്ടുണ്ടാകാം. ഉമർ മൗലവി മുശ്രിക്കാണോ? എന്റെ ചോദ്യമാണ്, ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയമാണ്. ഉമർ മൗലവി ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ ജാതിയല്ലേ ഇസ്ലാമ്? അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒന്നുകൂടി ഞാൻ വായിക്കാം. വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു താലാക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുത്ത് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി
മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് സുജൂദ് ചെയ്യലാണ്. ഉമർ മൗലവി പറഞ്ഞത് അയാളുടെ വായിച്ചെന്താ, സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. ഉമർ മൗലവിന്റെ ആ വാദ്യത്തിന് ഒട്ടുമുള്ള വാദ്യം എന്താ അറിയോ? സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എഴുതി വെച്ചോളയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും, തൽസവിയിൽ കൊടുക്കുകയും അയാൾ നിഷേധിക്കുന്നത് ഇതിലുണ്ട് ഏതുപോലെ ഇതിലുണ്ട്, ഞാൻ ആ ക്യാമറയ്ക്ക് മുമ്പ് കാണിക്കണേ ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല. അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കുകയും ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ, ഞാൻ വായിച്ചതിലില്ലേ, അതിനപ്പുറണ്ടോ അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തെ എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുകയും ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞ കയ്യിലുണ്ടോ, അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്തെ ഇല്ലാതാകുമോ? നടുവത്തെ വായിച്ചാൽ നിൽക്കും. അതാണ് നമ്മളെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ അല്ലേ, നിങ്ങളെ സക്കാബി അങ്ങനെ എഴുതിയിട്ടുണ്ടോ അല്ലേ? ഉമർ മൗലവി പറഞ്ഞ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നതാണ്. അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്, നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. ഉമർ മൗലവി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റത് മലക്കിനാ. അത് നബി ആൾക്കാണ്. ഇപ്പുറവും മൂടി വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മൂടി വെച്ച് വായിക്കുന്ന ഏർപ്പാട് നിർത്തണം. ഞങ്ങളെ മുന്നിൽ വെച്ചത് നടക്കില്ല. നിങ്ങൾ ആ വായിച്ചതിന് നിങ്ങൾ ഈ ജനങ്ങളോട് നിങ്ങൾ പറയണം, ഞങ്ങൾ ഇത് തെറ്റാണ്, തെറ്റിദ്ധരിപ്പിച്ചത് തെറ്റാണ് നിങ്ങൾ പറയണം. അതാണ് മാന്യത. നിങ്ങൾ ഒരിക്കലും തന്നെ മൂടി വെച്ച് പറയുന്നത് ശരിയല്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൂടി വെച്ച് സംസാരിക്കുന്നത്? എന്തുകൊണ്ട് സത്യസന്ധരായി ജീവിച്ചുകൂടാ? സത്യം പറഞ്ഞുകൂടെ? അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പറയണം. എന്തുകൊണ്ട് സത്യസന്ധരായി ജീവിച്ചുകൂടാ? സത്യം പറഞ്ഞുകൂടെ? പിന്നെ ശഫാഅത്ത് ചോദിക്കുന്നു. ഇത് ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നു ശഫാഅത്ത് ചോദിക്കലുണ്ട്, ശഫാഅത്ത് റസൂലുള്ളാഹി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ശഫാഅത്ത് ചോദിക്കലുണ്ട്. റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യും, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ശഫാഅത്ത് ചോദിച്ചതുകൊണ്ട് അത് ശിർക്കാകുമെന്നാണോ? ആര് പറഞ്ഞു? ഇബ്നു ഹജർ തുഹ്ഫയിൽ പറഞ്ഞതും അതുപോലെ തന്നെ സവാജിറിൽ പറഞ്ഞതുമായ ഒരു കാര്യം, അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാദപ്രതിവാദമാണിത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവില്ല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻകും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം ഈ വഞ്ചനയിലൂടെയാണോ വാദപ്രതിവാദം കൊണ്ടുപോകേണ്ടത്? മുമ്പിലിരിക്കുമ്പോൾ ഇതൊന്നും തെളിയിക്കാൻ കഴിയൂല. കേക്ക്
മനസ്സിലായില്ലേ? ഇത് വ്യക്തമായി തന്നെ എഴുതിയതാ. ഇപ്പൊ ഒരു വായിച്ചല്ലോ, വായിച്ച ഈ ഇതിലുള്ളതാ, മൈദനുള്ളിലും സോവനീറിലുള്ളതാ. അല്ലേ പറയും അതെ ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ മുശ്രിക്കാവൂലേ? ഇല്ലല്ല വായിക്കണ്ടേ? വെറും ലാ ഇലാഹ വായിക്കല. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാം, ഇല്ലല്ല കേൾക്കുന്നത്. അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പിൻവലിക്കണം. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കണം. സദസ്സിലിരിക്കണം. സദസ്സിൽ എല്ലാവരും അടങ്ങിയിരിക്കണം. സദസ്സിൽ നിന്ന് ആരും ബഹളം ഉണ്ടാക്കരുത്. ആ പറയുന്ന ആള് മുജാഹിദിന്റെ മധ്യസ്ഥനാണ്. അയാള് പിന്നീട് മുജാഹിദ് മൗലവിമാരോട് ചില കാര്യങ്ങൾ അപേക്ഷിക്കുന്നുണ്ട്. മൗലവിമാർ ഒഴിഞ്ഞു മാറുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. എല്ലാവരും അടങ്ങിയിരിക്കണം. എല്ലാരും ഇരുന്നോളൂ. എല്ലാരും ഇരുന്നോ. ഹലോ, സദസ്സ് നിശബ്ദമാവുക. പരിപാടിയുടെ നടത്തിപ്പിന് സഹകരിക്കുക. അത് ജക്കരിയ സലാഹി പറയും. ഇതാ ഞാൻ ഇനി വായിക്കാം. ആരാ മൂടി വെച്ചെന്ന് കണ്ടോളി. ഈ പുസ്തകപ്പേ നിങ്ങൾ വായിക്കാൻ കൊടുത്തല്ലോ. ആ പുസ്തകത്തിൽ സക്കാഫി എന്താ ഉദ്ധരിച്ചറിയോ? ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. സൽസബീൽ 1971 നവംബർ പുസ്തകം ലക്കം 1 ലക്കം 4. ഈ സൽസബീൽ അതില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. അപ്പം മധ്യസ്ഥന്മാരെ കൊടുക്കാം. സൽസബീലുള്ള എന്താ നിങ്ങൾ? വിഗ്രഹത്തിന് മുമ്പിൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, അത് മാത്രമല്ല അദ്ദേഹം ആദ്യം പറഞ്ഞ് സിട്ടിക്ക് സുജൂദിൽ ശിർക്കാണെന്നുള്ള ഈ തർക്കല്ല. എന്നിട്ട് പറയാണ് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. ഇയാൾ ധരിച്ചതോ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ. ഇതാ ഇപ്പൊ തന്നെ മധ്യസ്ഥന്മാർക്ക് കൊടുക്കാം. ഇത് ഈ പറഞ്ഞത് സൽസബീൽ കാണിച്ചു തരണം. ഹലോ, ചർച്ച അതല്ല, ഇവിടുത്തെ ചർച്ച അതല്ല, അത് മനസ്സിലാക്കണം. പറ്റുന്നു പറഞ്ഞിരിക്കുന്നു ചർച്ച. എല്ലാവരും പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്, പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കൂ. എല്ലാവരും സീറ്റിൽ ഇരിക്കണം, ശാന്തമായി ഇരിക്കണം. ആകെ 4 മിനിറ്റ് കൂടി ഇരുന്നാൽ ഈ ഫസ്റ്റ് സെഷൻ തീരും. നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു തർക്കിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്. ഒരു തർക്കം കഴിയുമെങ്കിൽ തീരട്ടെ. എല്ലാവരും ഈ കാര്യം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായ പ്രമാണങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സദസ്സിലുള്ളവർ ഒരിക്കലും നിങ്ങൾ തർക്കിക്കരുത്. തർക്കിക്കാൻ ഇവിടെ ആളുകളുണ്ട്, അവർ തർക്കിക്കുക, നമ്മളത് കേൾക്കുക. അതാണ് എന്നെങ്കിലേ ഈ സദസ്സ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. അതിനാണ് നമ്മൾ 2 വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളവിടെ വളരെ സൗമ്യരായിരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനി ആകെ 4 മിനിറ്റുള്ളൂ. ആ 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൂടി ആലോചിച്ച് എന്താണ് വേണ്ടത് ചെയ്യുക. നമ്മൾ സെഷൻ തീർക്കലല്ലേ, ഭംഗിയായി തീർക്കലല്ലേ നല്ലത്, അല്ലേ? അങ്ങനല്ല നമ്മൾ അതാണ് അതുവരെ എന്താണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയും. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരില്ല, അതാണ് തീർത്തി. ഒന്ന് ഇരിക്കി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും
എല്ലാവരും ഒന്ന് ഇരിക്കാമെന്ന് വായിക്കട്ടെ. എന്റെ സമയമാണ്. നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എൻ്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്, അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക നിങ്ങളുടെ സമയത്ത്. ഇതാ ഇടപെട്ട സംവാദം. നിങ്ങൾ വായിച്ചോളി, ഞാൻ വായിക്കൂല. അയാള് വായിച്ചതിന്റെ അപ്പുറപ്പുറം വായിക്കാനാ പറഞ്ഞത്. അത് അയാളെ മധ്യസ്ഥ 4 പ്രാവശ്യം ആവശ്യപ്പെട്ടു, വായിച്ചില്ല. ഇതാണ് മൗലവി. ഇപ്പൊ എങ്ങനെ തൊലി ഉരിഞ്ഞിനോ ഇല്ലേ? ഇവിടുന്ന് ഹുസൈൻ സലഫിയല്ലേ ചോദിച്ചു എന്നോട്. വെറുതെ ഇതൊക്കെ ഞാൻ അവിടെ വെച്ച് എന്തിനാണ് നിങ്ങൾ ഈ അകത്ത് കിടക്കുന്ന മഴ കൊണ്ടുവന്ന് കാൽമേലിടുന്നത്? ഇതൊക്കെ നിങ്ങൾ ഇവിടെ വെളിച്ചത്താക്കിയില്ലേ? ഞാൻ അതിന്റെ ഉത്തരവാദി. മുജാഹിദിന്റെ നേതാവ് സലാം സുല്ലമി ഷബാബിൽ എഴുതി, സക്കരിയ സലാഹിക്ക് അള്ളാഹ്ക്ക് ശിക്ഷയാണ് മഞ്ചേശ്വരം സംവാദം. മുജാഹിദികൾ എന്നെ തമാമിൽ പറഞ്ഞാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഹുസൈൻ സലഫി ചോദിക്കുക, അവരൊക്കെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ അവരെ തൊലി ഉരിച്ചിട്ട് തിന്നിനോ? തൊലി ഉരിച്ചു മൂപ്പർക്ക് ഉറപ്പാ. തിന്നാൻ പറ്റാത്ത സാധനമായതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ. ഇനി സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഇനി പറയാൻ പോകുന്നതിനേക്കാളും വലുതാ സങ്കടമുള്ള സംഗതി അതിന് പറയുന്നു. ഈ എന്താ സങ്കടം എന്നറിയോ? ഒരു സംഗതിക്ക് ഒരു മറുപടി അറിയില്ല. ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഇവർ നിസ്കാരത്തിൻ്റെ ഫർള് കൊല്ലത്തിൽ മാറ്റിയത് ഓരോ പുസ്തകം എടുത്ത് കാണിച്ചു, സ്ക്രീനിൽ വെച്ച് കാണിച്ചിട്ട് ഇവിടുത്തെ ഈ സ്റ്റേജിൽ വന്ന് ഇന്ന് വരെ മൗലവി ഖാമാന്ന് പറഞ്ഞത് 978 അച്ചടിച്ച പുസ്തകത്തിൽ നിസ്കാരത്തിൻ്റെ ഫർള് 14, 82 മുതൽക്ക് 9, 86 മുതൽക്ക് വീണ്ടും 14. പക്ഷേ സലാം ചൊല്ലിയിട്ട് നിയ്യത്ത് ചെയ്യണം. ഇങ്ങനൊക്കെ നിങ്ങൾ എഴുതിയില്ലേ? ഞാനതിവിടെ കാണിച്ചില്ലേ? നിങ്ങൾ ഇതുവരെ അതിന് മറുപടി പറഞ്ഞോ? ഞാൻ ഒന്നാമത്തെ പ്രസംഗത്തിൽ ഇവിടുന്ന് നിങ്ങൾ കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് സോപ്പും പെട്ടി സമ്മാനം വാങ്ങിയത് ഞാൻ കാണിച്ചില്ലേ? സോപ്പും പെട്ടി അടക്കം കാണിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞോ? ഒന്നാമത്തെ പ്രസംഗത്തിൽ നിങ്ങളെ മുക്തിമാർഗം എന്ന പുസ്തകത്തിൽ അതാ ഖുർആനും ഗീതയും എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ അതിന് മറുപടി പറഞ്ഞോ? നിങ്ങൾ മറുപടി പറഞ്ഞോ? ഞാൻ മുജാഹിദിന്റെ മൗലവിമാരോട് ചോദിക്കുക, മറുപടി പറഞ്ഞോ? ഞാൻ മറുപടി പറയാൻ വേറെ സ്ഥലത്ത് പോയിട്ടില്ല നിങ്ങൾ പറയുന്നത്. ഇനിയും ചോദിക്കട്ടെ, നിങ്ങൾ സലാത്തിന്റെ വാചകം 7 വാചകം കൊണ്ട് മാത്രമേ സലാത്തി എല്ലാം പാടുള്ളൂ എന്ന് ബഹ്റൈനിൽ വെച്ചിട്ട് ചോന്ന തട്ട ഊട്ടിട്ട് ഹുസൈൻ സലഫി പ്രസംഗിച്ചിട്ട് അത് കൊണ്ടുവന്നു. അതാ ഞാൻ ഇവിടെയും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലൊക്കെ ഇട്ടിട്ട് അയാളെ നാവുകൊണ്ട് തന്നെ 7ന്റെ അപ്പുറത്തുള്ള സലാത്തി ചെല്ലുന്നത് കുണ്ടോട്ടിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ ഞാൻ സ്ക്രീനിൽ വെച്ച് കേൾപ്പിച്ചില്ലേ? ഹുസൈൻ സലഫി എന്നെ സലാത്ത് ചൊല്ലുന്നത് 7 അല്ലാത്ത 8ാമത്തെ സലാത്ത് ചൊല്ലുന്നത്, AP അബ്ദുൽ ഖാദിർ മൗലവി ചൊല്ലുന്നത്, സക്കരിയ സലാഹി ചൊല്ലുന്നത് ഞാൻ കേൾപ്പിച്ചില്ലേ? നിങ്ങൾ ഇന്ന് വരെ മറുപടി പറഞ്ഞോ? ഇന്ന് വരെ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞു. എങ്ങനെ മറുപടി പറയാൻ ഞങ്ങൾ? ഇനിയും ചോദിക്കട്ടെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് മദ്രസയിലെ 3ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു എന്ന് എഴുതിയില്ലേ? ഞാനത് ഇവിടെ വെച്ച് സ്ക്രീനിലിട്ട് കേൾപ്പിച്ചില്ലേ? 3ാം ക്ലാസ്സിലെ പുസ്തകം. അതിനു മുമ്പ് മൗലവിമാര് മുസ്ലിയാന്മാര് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഞങ്ങളെ കുറിച്ച് പച്ചക്കള്ളം പറയുന്നത് ആദ്യം വെക്കൂ. അവരുടെ വഅദിന്റെ മജ്‌ലിസുകളിലേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാര് അവർ പലപ്പോഴും പറയുന്നു, മുജാഹിദിന്റെ വിശ്വാസം റസൂലുള്ള കേവല സാധാരണക്കാരൻ തന്നെ. തെളിവ് പറയുന്നത് എന്താണെന്നോ? മുജാഹിദിന്റെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അല്ലാഹുവിന്റെ റസൂല് മനുഷ്യൻ തന്നെ എഴുതിയിട്ടുണ്ട് പോലും. 3ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മനുഷ്യൻ തന്നെ എഴുതിയതാണ് പോലും നമ്മൾ തെളിവ് പറയുന്നത്. 3ാം ക്ലാസ്സിലെ പുസ്തകമാണിത്. നോക്കിക്കോ,
എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. മനുഷ്യൻ തന്നെ എന്നല്ല നിങ്ങൾ എഴുതിയത്, സാധാരണ മനുഷ്യൻ തന്നെ എന്നാണ്. വെക്ക് അത് വെച്ചോ, സ്ക്രീനിൽ കാണുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളെ പുസ്തകത്തിൽ അങ്ങനെ ഇല്ല എന്നല്ലേ പറഞ്ഞത്? കളവല്ലേ പറഞ്ഞത്? കളവല്ലേ പറഞ്ഞത്? ചോദിക്കട്ടെ, തീർന്നില്ല. ശഫാഅത്ത് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ശഫാഅത്ത് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയ പദ്യം ഞാൻ പറഞ്ഞിട്ട് ഇബ്നു ഹജറിന് വിവരമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇബ്നു ഹജർ ഖുർആനും ഹദീസും അറിയില്ല എന്നല്ലേ പറഞ്ഞത്? എന്ത് മറുപടിയാണിത്? ഇനിയും ചോദിക്കട്ടെ, തീർന്നില്ല. ഇതിനൊന്നും മറുപടി പറയാത്ത നിങ്ങൾ ഇന്നും പ്രസംഗിച്ച് നടക്കല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് ഇല്ലേ? ഒരു ചങ്ങാതിയുണ്ട്, ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും പ്രസംഗിക്കാൻ സംവാദം നടത്താൻ പോകുന്നവർ എന്ന് പറഞ്ഞിട്ട്. എന്താ ചങ്ങാതിന്റെ പേര്? എന്താണ്? എം അക്ബർ. ആ എം അക്ബർ ഈമാനുള്ള മുസ്ലിം ചെറുപ്പക്കാരാ. നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ, ഞാനിപ്പോ കേൾപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾ കേട്ടോളി. നമ്മളെ അക്ബർ, എം അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യന് മാത്രമല്ല പറഞ്ഞത്, പിന്നെ സാധാരണ മനുഷ്യനായ ഒരു പയ്യന്നാ പറഞ്ഞത്, അറബി പയ്യന്നാ പറഞ്ഞത്. ആരെ സംബന്ധിച്ച്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. ഓ സഹോദരന്മാരെ, ഒരു യഹൂദിയും പറഞ്ഞിട്ടില്ല, ഒരു നസ്രാനിയും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഈ മുജാഹിദിന്റെ മൗലവി പറയുന്ന ശബ്ദം എന്താ പറഞ്ഞത്? 40 വയസ്സിന് മുമ്പ് ഒരു അറേബ്യയിലുള്ള ഒരു സാധാരണ അറബി പയ്യനായിരുന്നു മുഹമ്മദ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. കുറെ ക്രിസ്ത്യാനികളെയും കുറെ ഹൈന്ദവരെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് എം അക്ബർ പറഞ്ഞ വാചകമല്ലേ അത്? മുസ്ലിമീങ്ങൾ ശരിക്കൊന്ന് കേട്ടോ. ഈ മുജാഹിദ് പ്രസ്ഥാനം എത്ര ഗൗരവതരമാണ്, ഈമാനിന് എത്ര അപകടകരമാണ്. നിങ്ങൾ ഈ ഹുസൈൻ സലഫിന്റെ പാട്ട് കേട്ടിട്ട് പെട്ടുപോകണ്ടേ ഉമ്മമാരെ? ശരിക്കൊന്ന് കേട്ടോ മുജാഹിദിന്റെ മൗലവിയുടെ വാക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ഒരു സാധാരണ അറബി പയ്യൻ. ഒരു സാധാരണ അറബി പയ്യനാണ് പോൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ, ഒരാൾ മുജാഹിദായാൽ അവന്റെ ഗതി എന്താണ്? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ? ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി വഹി എത്തിച്ചു കൊടുത്തത് എവിടെ നിന്നാണ്? ഗാർ ഹിറാ എന്ന് പറയുന്ന ഗുഹയുടെ മേലെ വെച്ചല്ലേ? സാധാരണ അറബി പയ്യന്മാരൊക്കെ മലയുടെ മേലെ ഗുഹയിൽ പോയിട്ട് ഇബാദത്തെടുക്കലാണോ പതിവ്? സാധാരണ അറബി പയ്യന്മാരെ പതിവതാണോ? ചോദിക്കട്ടെ, 40 വയസ്സിന് മുമ്പ് തന്നെ അവിടുന്ന് അവിടെ പോയിട്ട് ഇബാദത്തിലല്ലേ? ചോദിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് തന്നെ എത്ര അത്ഭുതമാണ്, അവിടുത്തെ വളർച്ച എത്ര അത്ഭുതമാണ്, അവിടുത്തെ ജീവിതം എത്ര അത്ഭുതമാണ്. വളരെ മലീമസമായ അന്തരീക്ഷമുള്ള അറേബ്യൻ രാജ്യത്ത് അന്ന് സുബ്ഹാനല്ലാഹ് എല്ലാ രംഗത്തും പരിപൂർണത പുലർത്തി ജീവിച്ചതിനാൽ അൽ അമീൻ, പരിപൂർണ വിശ്വസ്തനെന്ന് എല്ലാവരും പുകഴ്ത്തി പറഞ്ഞ ആ ചെറുപ്പക്കാരനായ ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എത്രയോ പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കറക്കില്ല. ഒരൊറ്റ ഹദീസ് ഞാൻ ബർക്കത്തിന് വേണ്ടി പറയട്ടെ. അവിടുന്ന് പറയുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബ്അസ. എനിക്ക് 40 വയസ്സായി എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ കണ്ടാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നിങ്ങനെ നമ്മൾ സലാം പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്ക് 40 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ എനിക്ക് സലാം പറയുന്ന കല്ലുണ്ടേ ജനങ്ങളെ, എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്. ആ കല്ലിനെ എനിക്കിപ്പോഴും അറിയാം. ഇപ്പോഴും എനിക്ക് ആ കല്ലിനെ അറിയാം. എന്റെ കുട്ടിക്കാലത്ത് എന്നെ കാണുമ്പോ സലാം പറയുന്ന കല്ലുണ്ട് ജനങ്ങളെ. കരിങ്കല്ലിനറിയാം, മരക്കഷ്ണത്തിനറിയാം, എല്ലാ സൃഷ്ടികൾക്കും അറിയാം ഇത് സാധാരണക്കാരനല്ല. അതറിയാത്ത മനുഷ്യനല്ലേ ക്രൈസ്തവരോടും ഹൈന്ദവരോടും സംവാദം നടത്തുന്നു എന്ന പേരിൽ മുജാഹിദ് സംവാദം വെച്ചിട്ട് അതാ അവിടെ പോയിട്ട് പറയുന്നു അതൊരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് പറയുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഇവരുടെ ആദർശം, ഇവരുടെ ആശയം അത് ഈമാനാണോ? അതനുസരിച്ച് ജീവിക്കുന്നവന് മുസ്ലിമായി മരിക്കാൻ കഴിയുമോ? നമ്മളെ മക്കളെ അങ്ങ് മുജാഹിദിന്റെ സ്ഥാപനത്തിലയച്ചാൽ, നമ്മളെ മക്കളെ കൊണ്ടുപോയി മുജാഹിദാക്കിയാൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സാധാരണ അറബി പയ്യൻ എന്ന് പറയുന്ന ഈ മൗലവിയായിട്ടല്ലേ വളർന്നു വരുന്നത്? നിങ്ങളൊന്ന് ശരിക്കും അതിന്റെ ഗൗരവം ചിന്തിക്കണേ മുസ്ലിമേ. ഞാനിത് കടവത്തൂരിൽ വെച്ച് പറഞ്ഞില്ലേ, വാണിമേലിൽ വെച്ച് പറഞ്ഞില്ലേ, എന്റെ CD-യിൽ അതില്ലേ? വാണിമേലയും കടവത്തൂരിലെ CD നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, ഇതിന് മറുപടി പറഞ്ഞു മൗലവിമാരെ നിങ്ങൾ